Good morning, everyone. Welcome to Attendant Malayalam channel. This is Rindu Sebastian, and welcome to the Hindu editorial analysis of 28th December 2022. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ നോക്കാം. എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി ഒക്കെ നമുക്ക് അനലൈസ് ചെയ്തുവിടാം. അപ്പോൾ നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്നത്തെ ആർട്ടിക്കിളിലോട്ട് പോകാം. അപ്പോൾ ഈ സെഷൻ എല്ലാ ദിവസവും 8:30 മുതൽ 9:30 വരെ അല്ല 9:45 വരെ ഡിസ്കഷൻ കൂടിപ്പോയാൽ അങ്ങനെ ഒരു 15 മിനിറ്റ് ഏറെ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ വരുന്ന ആർട്ടിക്കിൾസിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. അപ്പോൾ രണ്ട് ആർട്ടിക്കിളിൽ ഒരു ആർട്ടിക്കിളാണ് നമ്മൾ സെലക്ട് ചെയ്യുക, ആ ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് പോകാറുണ്ട്. അതുപോലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് പോകാറുണ്ട്, സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആർട്ടിക്കിളിലൂടെ ജനറൽ അവയർനെസ് നിങ്ങളുടെ ഇംപ്രൂവ് ചെയ്യും, നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി ആർട്ടിക്കിൾ വായിക്കുമ്പോൾ റീഡിംഗ് എബിലിറ്റി കൂട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കുന്നു. അതുപോലെ വൊക്കാബുലറി ഒരുപാട് പഠിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ സെഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മുടങ്ങാതെ റിപ്പീറ്റഡ് ആയിട്ട് സെന്റൻസ് മേക്ക് ചെയ്ത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് പോവാം. അതാണ് നമ്മുടെ സെഷൻ്റെ ഒരു ഇന്റൻഷൻ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം വിത്ത് ആ കോട്ട്. നമുക്ക് എല്ലാവർക്കും ഉഷാറായിട്ടൊക്കെ തുടങ്ങാം അല്ലേ? നമ്മുടെ കോട്ട് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കോട്ട് ഇതാണ്: ദ സീക്രട്ട് ഓഫ് ചേഞ്ച് ഈസ് ടു ഫോക്കസ് all of your energy not on fighting the old but on building the new. നമ്മൾ ഈ മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഇന്നാള് ഞാൻ ചെയ്ത കാര്യം അല്ലെ പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം അതിനെ ഫൈറ്റ് ചെയ്യണ്ട. ഡോണ്ട് സ്പെൻഡ് യുവർ എനർജി ഓൺ ഫൈറ്റിംഗ് ദ ഓൾഡ്. പഴയ കാര്യത്തിനെ ഫൈറ്റ് ചെയ്ത് അത് മാറ്റിയെടുക്കാന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. അതല്ല ചേഞ്ച് എന്ന് പറഞ്ഞാൽ. പഴയ കാര്യം ചെയ്തു, അത് വർക്കൗട്ട് ആയില്ല, പ്ലാൻ എ കഴിഞ്ഞു, പ്ലാൻ ബിയിലോട്ട് പോവാം. ബിൽഡ് എ ന്യൂ തിങ്. ചേഞ്ച് എങ്ങനെ വരുന്നത്? അത് മാറ്റി വെച്ചിട്ട് അടുത്ത ഒരു പ്ലാനിലോട്ട് നമ്മൾ പോകണം. അതിൽ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും നമുക്ക് പറ്റുന്നതാ. ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചേഞ്ചിനെ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഡിഫറൻസ് കാരണമാണ് നമുക്ക് പലപ്പോഴും എന്താ പറയാ, ഇതെന്താണോ വർക്കൗട്ട് ആവാത്തത്, ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും മാറുന്നില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാറാൻ ശ്രമിക്കുന്നത്, മാറാത്ത? നമ്മളെപ്പോഴും പഴയ കാര്യങ്ങൾ നമ്മൾ എന്തോ ചെയ്തതുണ്ടാവും, അല്ലെ പഴയ എന്തെങ്കിലും പ്ലാൻ നമ്മൾ ഇട്ടുണ്ടാവും, അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡോണ്ട് ഡു ദാറ്റ്. ആ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഇങ്ങനെ ഇരിക്കും, പഴയ ഇതിൽ തന്നെ നമ്മളിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇൻസ്റ്റെഡ് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതിലായിരിക്കും നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ എനർജി വെറുതെ പോകും അല്ലേ? നമ്മുടെ എനർജി, എഫേർട്ട് ആൻഡ് ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം എനർജി ആൻഡ് എഫേർട്ട് എന്തിനു കൊടുക്കുന്നു, അതിനാണ് നമ്മുടെ ഇന്റൻഷൻ എവിടെയാണോ കൊടുക്കുന്നത് അതനുസരിച്ച് മാറ്റങ്ങൾ വരുള്ളൂ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ചേഞ്ച് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ കാര്യങ്ങളിൽ നമ്മുടെ എനർജി കൊടുക്കുക. അപ്പോഴാണ് ഈ ചേഞ്ച് എന്ന് പറയുന്നത്. അത് ഓർത്തോളാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇന്ന് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മുടെ ആർട്ടിക്കിൾ രണ്ടിടത്തിൽ ഒരു ആർട്ടിക്കിൾ നമ്മുടെ ഭാരത് ജോഡോ യാത്ര ഒരു 9 ഡേ ബ്രേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനുശേഷം വീണ്ടും ജനുവരിയിൽ അത് 13th തോന്നുന്നു വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്, റെസ്യൂം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പം നമ്മുടെ ഇറ്റ്സ് എ ഗുഡ് ഇന്റൻഷൻ, ഗുഡ് മൂവ്മെന്റ് ഒക്കെയാണ്. പക്ഷെ അതിന്റെ പ്രാക്ടിക്കാലിറ്റിയെ പറ്റിയും കുറച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഇന്ന്. ആർട്ടിക്കിൾ അനാലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിൾ ആണ്. നിങ്ങൾക്കൊന്ന് വായിച്ചു വിടാം. വലിയ കാര്യമായിട്ട് ഇന്ന് വൊക്കാബുലറി ഒന്നും ഇല്ല കേട്ടോ. രണ്ട് ആർട്ടിക്കിൾ വലിയ കാര്യമായിട്ട് വൊക്കാബുലറി ഇല്ല, ബട്ട് ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് ഒക്കെ കുറച്ചുണ്ട്. അപ്പോൾ അതാണ് ഒരു ആർട്ടിക്കിൾ. ആൻഡ് രണ്ടാമത്തെ ആർട്ടിക്കിൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിളാണ്. COVID-19 ഒരു പശ്ചാത്തലത്തിൽ ഇപ്പൊ വീണ്ടും കോവിഡിന്റെ വേരിയന്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ RT-PCR ഒക്കെ എയർപോർട്ടിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ വരുന്നവരെ RT-PCR ഒക്കെ ചെയ്ത് ആക്കുന്നുണ്ട്. വേരിയന്റ് ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നൈസായിട്ട് സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ എന്ത് ചെയ്യണം? അപ്പൊ ഇന്ത്യയുടെ ഒരു സെനറിയോയിൽ നമ്മൾ ജീനോം വേരിയന്റിന് വേണ്ടിയിട്ട് അതിന് ചെയ്യണം. അതിനുള്ള എന്താ പറയുക, ജീനോം എഞ്ചിനീയറിംഗിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. കാരണം മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് അവിടെയാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ആർട്ടിക്കിളിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും പറയില്ലേ, ഇന്ത്യയുടെ ഒരു വേ ഓഫ് ടാക്ലിംഗ് ഡിസീസസ് അല്ലെങ്കിൽ പാൻഡമിക് ഭയങ്കര ഹൈലി അപ്രീഷിയബിൾ ആയിട്ടൊരു കാര്യമാണ്. അപ്പം അതിനെപ്പറ്റി ഒരുപാട് പ്രശംസ നേടിയൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്കതിന്റെ വേരിയന്റിന്റെ ആ ഒരു എന്താ സ്ട്രക്ചർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് മുളയിലേ നുള്ളാന്നൊക്കെ പറയില്ലേ, ആ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആ ആർട്ടിക്കിൾ നമുക്ക് വായിച്ചു വിടാം. ഓക്കെ, ആർട്ടിക്കിൾ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ആർട്ടിക്കിൾ ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആദ്യം നമുക്ക് വൊക്കാബുലറി നോക്കാം. സിനോണിംസ്, ആന്റണിംസ്, വൺ വേർഡ്സ് അത് കഴിഞ്ഞിട്ട് നോക്കാം. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, എന്നിട്ടാണ് സിനോണിംസ്, ആന്റണിംസ്, എന്നിട്ട് നമ്മുടെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ ബിറ്റ്വീൻ സെന്റൻസ് സ്ട്രക്ചർ ചെയ്താൽ മറന്നു പോകരുത്. സ്പോട്ട് ദ റിക്വസ്റ്റ് ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ ചെയ്യാട്ടോ. ആൻസർ എനിക്ക് പറഞ്ഞു തരണം.
അതും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസും മോക്ക് ടെസ്റ്റുകളും അതുപോലെ ജോബ് അലേർട്സും ഒക്കെ കിട്ടും. ഓക്കെ, എക്സാം വൈസ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിട്ടും ക്വിസസ് അവൈലബിൾ ആട്ടോ. പഠിച്ചു നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. നമുക്ക് ആർട്ടിക്കിളിലെ വൊക്കാബുലറിയിലോട്ട് ആദ്യം പോകാം. ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ്. യെസ്, സ്കെയിൽ അപ്പ്. നമ്മൾ സ്കെയിൽ അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ സ്കെയിൽ കൂട്ടുക. നമ്മൾ കേട്ടിട്ടുണ്ട് സ്കെയിൽ അപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻക്രീസ് സംതിങ് ഇൻ സൈസ്, എമൗണ്ട്, എക്സെട്ര. അതിനെയാണ് നമ്മൾ സ്കെയിൽ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. സ്കെയിൽ അപ്പ് ദ പ്രൊഡക്ഷൻ. നമ്മൾ ഈ എന്താ വാക്സിൻ്റെ ഒക്കെ സമയത്ത്, വാക്സിനൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ഫ്രേസൽ വെർബ് ഉണ്ട്. അത് നോക്കിയേ, റാമ്പ് അപ്പ് ഉണ്ട്, സ്കെയിൽ അപ്പ് ഉണ്ട്. ഒരേ മീനിങ് രണ്ടിടത്തിനും. ഒരു കാര്യത്തിന്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുക, സൈസ് ഇൻക്രീസ് ചെയ്യുക, അല്ല ഇന്റൻസിറ്റി ഒക്കെ കൂട്ടുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് റാമ്പ് അപ്പ്. റാമ്പ് അപ്പ് പ്രൊഡക്ഷൻ, സ്കെയിൽ അപ്പ് പ്രൊഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു ഫ്രേസൽ വെർബ്, ഈ രണ്ടും ഒരേ മീനിങ് ആണ്, സെയിം മീനിങ് ഉള്ള ഫ്രേസൽ വെർബ്സ് ആണ് റാമ്പ് അപ്പ് ആൻഡ് സ്കെയിൽ അപ്പ്. ഓക്കെ, ഇൻക്രീസ് ആണ് കേട്ടോ, ഇൻക്രീസ് ചെയ്യുക. എന്താ ഇൻക്രീസ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ സൈസോ എമൗണ്ടോ ഇന്റൻസിറ്റിയോ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്കെയിൽ അപ്പോ റാമ്പ് അപ്പ് എന്നൊക്കെ പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, ജമ്പിൻ ചെയ്യുക. ജമ്പ് ചെയ്യാൻ ചാടുക അല്ലെ. ജമ്പിൻ ചെയ്യാൻ വെച്ച് സഡൻലി ബി ഇൻവോൾവ് ഇൻ എ സിറ്റുവേഷൻ. ഒരു ഡിസ്കഷനോ ഒരു സിറ്റുവേഷനോ വരണേ, അതിൽ നമ്മൾ ഇൻവോൾവ് ആവുകയാണ്, എല്ലാം നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാണ്. അതിനാണ് ജമ്പിൻ ചെയ്യുക. സഡൻലി ഈ പെട്ടെന്ന് എടുത്തയാട്ടം എന്ന രീതിയിലാണ് അതിന് പറയാം. അപ്പോൾ ഒരു കാര്യം, ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്, അതിലോട്ട് നമ്മൾ പെട്ടെന്ന് ഇൻവോൾവ് ആവുകയാണ്. അതൊരു സഡൻ ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് വരികയാണെങ്കിൽ അത് നമുക്ക് വിളിക്കാം ജമ്പ് ഇൻ എന്ന് പറയാം കേട്ടോ. ജമ്പ് ഇൻ ഓർത്തോണം. ഓക്കെ, യാ. അടുത്ത് നോക്കിക്കേ, സ്റ്റേറ്റസ് കോ. കേട്ട് പരിചയമുള്ള ലാറ്റിൻ ഫ്രേസ് ആണ് സ്റ്റേറ്റസ് കോ. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ എല്ലാ തവണയും എല്ലാ ദിവസവും തന്നെ സ്റ്റേറ്റസ് കോ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവും. സോ സ്റ്റേറ്റസ് കോ വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാറുണ്ട്. അത് ലാറ്റിൻ നിന്ന് കടമെടുത്താണ്, ലാറ്റിൻ ഫ്രേസ് ആണ്. സ്റ്റേറ്റസ് കോ മീൻസ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഇപ്പൊ നിലവിലുള്ള അവസ്ഥ, നമ്മുടെ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഇക്കണോമിക്കൽ ആയ അവസ്ഥകൾക്കൊക്കെ പറയുന്ന പേരാണ് സ്റ്റേറ്റസ് കോ, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അതിനെയാണ് സ്റ്റേറ്റസ് കോ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓർത്തോണം. Good morning people, good morning everyone. Yes, we should scale up the production of masks and sanitizers. Yes, that's an important thing. Yes, good work. നോക്കാം അടുത്തത്, bear out ചെയ്യാം. അടുത്താണ് bear out ചെയ്യാം. bear ചെയ്യാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? bear ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? bear ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I cannot bear it anymore. bearന് രണ്ടർത്ഥമുണ്ട്. ക്യാരി ചെയ്യുക എന്നർത്ഥമുണ്ട്, വഹിക്കുക അല്ലെ എന്നർത്ഥമുണ്ട്. അല്ലാതെ bear ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുക, ടോളറേറ്റ് ചെയ്യുക, എൻഡ്യൂർ ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം കൂടെ bearനുണ്ട്. എന്നാൽ bear out എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് മാറിയേ, ഷോ ദാറ്റ് സംബഡി ഓർ സംതിങ് ഇസ് റൈറ്റ്. ഒരാള് കറക്റ്റ് പറഞ്ഞത് കറക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം കറക്റ്റ് ആണ് നമ്മൾ bear out ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പ്രോജക്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ചിലപ്പോൾ പറയാറുണ്ട്, യുവർ പോയിന്റ്സ് ഡസൻ bear out ദി ആക്ച്വൽ ഈവെന്റ്സ്. കറക്റ്റ് ഈവെന്റുകളെ bear out ചെയ്യുന്നില്ല, അത് കറക്റ്റായിട്ട് അത് സാധൂകരിക്കുക എന്നൊക്കെ പറയില്ലേ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അത് പ്രൂവ് ചെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് ഷോയിങ് ദാറ്റ് ഇറ്റ് ഇസ് കറക്റ്റ് ആണെന്ന്, റൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നില്ലല്ലോ, നിന്റെ ആർഗ്യുമെന്റ്സ് കറക്റ്റ് ആണെന്ന് നിന്റെ റിസൾട്ട്സ് പ്രൂവ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ രീതിയിൽ. സോ ദാറ്റ് ഡസൻ bear out എന്ന് പറയുമ്പോൾ, സോ bear out ചെയ്യുന്ന ഷോ ഓർ എക്സിബിറ്റ് ഓർ ഐഡന്റിഫൈ ദാറ്റ് സംതിങ് ഓർ സംബഡി ഈസ് റൈറ്റ്. ഒരാളോ ഒരു വ്യക്തിയോ ഒരു കാര്യമോ ഒരു മാറ്ററോ റൈറ്റ് ആണ് എന്ന് കാണിച്ചു തരിക, അതിനെയാണ് bear out എന്ന് പറയുക. ദാറ്റ് ഈസ് bear out. ഓക്കെ, നോക്കണം bear out. അടുത്ത ഓക്കെ, ഫിഗർ ഔട്ട്. ലെറ്റ് മീ ഫിഗർ ഔട്ട് എ വേ. ഞാൻ ഒന്ന് നോക്കട്ടെ, എന്തെങ്കിലും കണ്ടുപിടിക്കട്ടെ. ഫൈൻഡ് ദി ആൻസർ ഒന്നുണ്ട്, ഫിഗർ ഔട്ട് ചെയ്യുക. ഫിഗർ ഔട്ട് ദി ഐ ഫിഗർ ഔട്ട് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്, ഐ ഫിഗർ ഔട്ട് സംതിങ് ഫോർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനൊരു വഴി കണ്ടെത്താം. ദാറ്റ് ഈസ് ഫിഗർ ഔട്ട്. ഫൈൻഡ് ആൻ ആൻസർ. ഐ കനോട്ട് ഫിഗർ ഔട്ട് വാട്ട് ഹാപ്പൻഡ്. എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നും ഫിഗർ ഔട്ടിന് അർത്ഥമുണ്ട്. രണ്ടർത്ഥം ഓർത്തുള്ള. ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. രണ്ടാമത്തെ ഫിഗർ ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ ആൻസർ കണ്ടെത്തുക. ഒരെണ്ണത്തിന്റെ അല്ലെ, ഫൈൻഡ് എ സൊല്യൂഷൻ, ഫൈൻഡ് ദ ആൻസർ, ഡിസ്കവർ ആൻ ആൻസർ, അതിനെയും ഫൈൻഡ് ഔട്ട് എന്ന് പറയും. സോ അണ്ടർസ്റ്റാൻഡും അതുപോലെ ഡിസ്കവറിനോ ഫൈൻഡ് എന്നോ ഒരർത്ഥവും എന്തിനുണ്ട്? ഫിഗർ ഔട്ടിനുണ്ട്. ഓർത്ത് വെച്ചോളാം. ഓക്കെ, ദാറ്റ് ഈസ് ഫിഗർ ഔട്ട്. ഞാൻ ഓൾറെഡി പറയാറുണ്ട്, ഈ ഫ്രേസൽ വെർബുകൾക്ക് മിനിമം ഒരു 4 മീനിങ് എങ്കിലും ഉണ്ടാവും. ഫ്രേസൽ വെർബുകളുടെ പ്രത്യേകത, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുമ്പോൾ സെന്റൻസ് ബേസ് ചെയ്താൽ ചോദിക്കണമെങ്കിൽ നോക്കണം, ആ സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആൻസർ എഴുതണം.
ഇനി സെന്റൻസ് ബേസ് ചെയ്ത് വെറുതെ ഫ്രേസൽ വെർബ് ചോദിക്കുന്നെങ്കിൽ ഏതാണോ അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് ഉള്ളത് അതനുസരിച്ച് ആൻസർ ചെയ്താൽ മതി, അതിന്റെ മീനിങ് ഉള്ളത് അതനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. പക്ഷേ സെന്റൻസിലാകുമ്പോൾ അതിന്റെ കോൺടെക്സ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. അതൊന്ന് നോട്ട് ചെയ്യണം. അതാണ് ഈ ഫ്രേസൽ വെർബ് പഠിക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഞാൻ പറയുന്നത് സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഇന്ന മീനിങ്ങിലാണ് ഇത് വന്നേക്കുന്നത് ഓർത്തോണേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്താൽ യു ഗെറ്റ് ഇറ്റ് റൈറ്റ്. ഓക്കെ, അത് നോക്കണം. അടുത്ത നോക്കിയേ, റാഡിക്കലിസം. റാഡിക്കൽ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. റാഡിക്കൽ മൂവ്മെന്റ്, റാഡിക്കലിസം കേട്ടിട്ടില്ലേ? ഹീസ് എ റാഡിക്കൽ എന്ന് കിട്ടും. റാഡിക്കൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും, റാഡിക്കൽ നൗൺ ആയിട്ട് ഉപയോഗിക്കും. റാഡിക്കലിസം നൗൺ ആണ്, റാഡിക്കൽ ഒരു വ്യക്തി എന്ന് പറയില്ല, റാഡിക്കൽ ആണ് എന്ന് പറയും. സോ റാഡിക്കലിസം എന്ന് പറയുന്നത് ഫിലോസഫി ഫേവറിംഗ് മേജർ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. മൊത്തത്തിൽ ഒരു അടിമുടി റിഫോർമേഷൻ അല്ലെങ്കിൽ മാറ്റം, പൊളിറ്റിക്കൽ സോഷ്യൽ ചേഞ്ചിനെ ഫേവർ ചെയ്യുന്ന, അതിന്റെ വക്താക്കൾ, അഡ്വക്കേറ്റ് ചെയ്യുന്ന, അല്ലെ, ഫിലോസഫി ദാറ്റ് അഡ്വക്കേറ്റ്സ് ഓർ ഫിലോസഫി അഡ്വക്കേറ്റിംഗ് ഓർ ഫേവറിംഗ് മേജർ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. മാറ്റങ്ങൾക്ക് ഇവിടെ മാറ്റം വേണം, അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇതിന് വരുത്തുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിന് പറയുന്നത്, ഫിലോസഫിക്ക് പറയുന്ന പേരാണ് റാഡിക്കലിസം. എല്ലാ ഇസം വാക്കുകളും ഓർത്തോണം കേട്ടോ. ഐഡിയോളജിയാണ്, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയെ പറ്റി പറയുന്നതാണ്, ഫിലോസഫിയെ പറ്റി പറയുന്നതാണ്. സോ ഇറ്റ്സ് എൻ ഐഡിയോളജി ഓർ ഇറ്റ്സ് എ ഫിലോസഫി ഫേവറിംഗ് ഓർ അഡ്വക്കേറ്റിംഗ് മേജർ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. മാറ്റങ്ങൾ, അതിന് മാറ്റങ്ങൾക്ക് ഇത് കൊടുക്കുന്നതിനാണ് റാഡിക്കലിസം. നമുക്ക് ഒരുപാട് റാഡിക്കൽ മൂവ്മെന്റ് നടന്നിട്ടുണ്ട് ഇന്ത്യയിലും പുറത്തെല്ലാം മൊത്തത്തിൽ. അതുപോലെ തന്നെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഒരുപാട് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് റാഡിക്കൽസിനെ നമുക്കറിയാം അല്ലെ. അപ്പൊ പലപ്പോഴും പണ്ടൊക്കെ റാഡിക്കൽസിനൊക്കെ മുദ്ര കുത്തിയിരുന്നത് തന്നെ രാജ്യദ്രോഹികൾ, ട്രേറ്റേഴ്സ് എന്നിട്ട് പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു. അത് നമുക്കറിയാം അല്ലെ. സോ ലെറ്റ്സ് മൂവ്, ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സെന്റൻസിലോട്ട്. ഓക്കെ, ഐ സഡൻലി ജംപ്ഡ് ഇൻ ദർ കോൺവെർസേഷൻ. ദാറ്റ്സ് ഗ്രേറ്റ്. You should ramp up your marks through practice. That's great. The company scales up the production to stuff when the demand ramps up. That's great. Figure out the problems in life gradually instead of jumping in. That's great. All right. Appa jumping in what? Avade adu kudu kodukku. Instead of jumping in what? Endu kodukku. Avade object kodukane Rashmi. After the pandemic, it is again necessary to scale up the vaccine. Again necessary എന്ന് കൊടുക്കണ്ട. After the pandemic, it is necessary to scale up the vaccine again. അവിടെ കൊടുക്കാം. Again എന്നുള്ളത് ലാസ്റ്റ് കൊടുക്കാം. All right. We have scaled up the production to meet demand. That's great. Amala, good morning. Good morning. എവിടെയായിരുന്നു? ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തല്ലോ. ക്രിസ്മസിന്റെ ബ്രേക്ക് ആയിരുന്നു അല്ലേ? Never jump in. It is a tinder box. That's great. Bear fruit. Bear the fruit ഉണ്ട്. ഉണ്ട്. bear the fruit എന്ന് പറഞ്ഞാൽ എന്താണ് ഫേസ് ദ മ്യൂസിക് അല്ലെങ്കിൽ അതായത് ഇഡിയം, അതായത് അച്ചീവ് ദ റിസൾട്ട്, അതാണ് ബെയർ ദ ഫ്രൂട്ട്. അതിന്റെ ഫലം കൊയ്യുക എന്നുള്ള അർത്ഥത്തില്ലേ. ബെയർ ദ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അച്ചീവ് ദ റിസൾട്ട് അല്ലേ, അതാണ് ബെയർ ദ ഫ്രൂട്ട്. യെസ്, അടുത്ത് നോക്കാം. ചൈനീസ് പ്രൊവോക്കേഷൻസ് റാമ്പ് അപ്പ് ബോർഡർ ടെൻഷൻസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഐ കുഡന്റ് ഫിഗർ ഔട്ട് ദ സൊല്യൂഷൻ ബട്ട് ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. Scale up your preparation with Ada 24/7. Okay. One should ramp up his studies once the exam dates are out. Yes. Figure out what you like. Try to become the best in the world of it. That's great. Typically, most of the politicians will jump in a controversial situation. Jump in a controversial situation. Yes. Like what a kandal edaputtu vendiyana. The scientists figured out the way of spreading the virus. Okay, that's great. I can't figure out what you mean. That's great. I jumped in to the editorial session. Oh, that's great. Nowadays, COVID-19 cases ramp up in most of the countries in the world. Yes. Did he jump in the conclusion that scrutinizing the issue? Okay. Did he jump in the conclusion than scrutinizing the issue? Okay. Question mark kodukkanam. Chodyalle Shamase chodyam. Okay. The status quo clearly manifested that the judgment is incontestable. That's great. You should figure out the situation. That is great. Something is disturbing her. I can't figure out the problem. That is great. It was difficult to figure out things during the initial days of COVID-19. Yes. Christmas vacation തിരക്കിലായിരുന്നു. എനിക്ക് തോന്നി കുറെ നാളായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ മിസ്സിങ്. അപ്പൊ I really figured out. That's why. Celebration moodലാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. M.N. Roy was the prophet of radical humanism. Great. That's great. Emil, good morning. അപ്പൊ നമുക്ക് നമ്മുടെ മറ്റ് വേർഡ്സിലോട്ട്, വൊക്കാബുലറിയിലോട്ടൊക്കെ പോകാം. അപ്പോൾ മറക്കണ്ട, സ്കെയിൽ അപ്പ്, ജംപ് ഇൻ, റാമ്പ് അപ്പ്, സ്റ്റേറ്റസ് കോ, ബെയർ ഔട്ട്, ഫിഗർ ഔട്ട്, റാഡിക്കലിസം. വൺ വേർഡ് ഉണ്ട്, ഫ്രേസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക്
phrasal verb ഉണ്ട്. ഇന്ന് idiom ഒന്നുമില്ല. So that's it. Let's move. അല്ലെ, നമുക്ക് നമ്മുടെ vocabulary പോവാം. അതിന് മുമ്പ് ഒരു സെന്റൻസ് വന്നല്ലോ. The personal figured out that the linchpin ഒറ്റ വാക്കല്ലേടാ വിനു, ഒറ്റ വാക്ക്, linchpin of the abysmal situation. Yeah, that's great. ഇൻവേർഷൻ ആണോ നീ ഉദ്ദേശിച്ചത്? ഇൻവേർഷൻ ആയിട്ട് അത് അങ്ങനെയല്ല. അത് ക്വസ്റ്റ്യൻ ഓൾറെഡി ഇൻവേർഷനിലാണല്ലോടാ. അപ്പൊ അല്ലാതെ നീ ഡിഡ് എന്ന് കൊടുക്കുമ്പോ ഇൻവേർഷൻ വരുന്നത് എപ്പോഴാ? ചോദ്യം ആയതുകൊണ്ട് മാത്രമല്ല, അത് ഇൻവേർഷൻ വരില്ലല്ലോ. ഇൻവേർഷൻ ആണ്, ബട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് നീഡഡ്. അത് നിർബന്ധമാണ്, കാരണം ഇത് ചോദ്യമാണ് കേട്ടോ ഷമാസേ. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സ് പരിചയപ്പെടുത്താം. SSC CHSL രണ്ടാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. സിറ്റിന്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് January 4-ാം തീയതി. ആരെങ്കിലും പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. January 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. ആദ്യം അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, എന്നിട്ട് ഫീ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങൾ പഠനം തുടങ്ങിക്കോണം. പഠനം തുടങ്ങാത്തവർ, സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഓൾറെഡി CGL ഒക്കെ എഴുതിയവരാണെങ്കിലും അറിയാലോ, റിവിഷൻ ഈസ് മസ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കോൺസെപ്റ്റ് ഒക്കെ റിവൈസ് ചെയ്യുക ആൻഡ് പ്രാക്ടീസ് ചെയ്യേണ്ട സമയമാണിത്. For you, പഠിച്ചവർക്ക്. കോൺസെപ്റ്റ് പഠിക്കാത്തവർ പഠിച്ചു തുടങ്ങുന്ന സമയം ഇറ്റ്സ് ഹൈ ടൈം യു ലേൺ, യു സ്റ്റാർട്ടഡ് ലേണിംഗ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം പഠനം തുടങ്ങേണ്ട സമയമായി, അതിലൊരു ഇതുമില്ല. സമയം ഓൾറെഡി താമസിച്ചു. നമ്മൾ തുടങ്ങിയാൽ നമുക്ക് ഇപ്പോഴെങ്കിലും തുടങ്ങിയാലേ നമുക്ക് കാര്യങ്ങളോട്ടൊന്നും എത്താൻ പറ്റുള്ളൂ. ഇനി നീന്തേണ്ടി വരും കിടന്ന്, ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. സോ ഡോണ്ട് ഡു ദാറ്റ്. അവസാനം നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും, പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. അതൊന്നും ശ്രദ്ധിച്ചോളാം. 4500+ വേക്കൻസീസ് ഉണ്ട്. ഇത്രയും വേക്കൻസീസ് ഒക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പറയാ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു അവസരം ഇത്തവണ. അപ്പൊ ഇത്തവണത്തെ എക്സാം എഴുതിയ 23-ൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, ഇതിന്റെ ഓപ്പർച്യൂണിറ്റി. സോ അത് ഫോക്കസ് ചെയ്ത് നമ്മൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് പോവാം. ഓൾറൈറ്റ്, അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ കോഴ്സിൽ ജോയിൻ ചെയ്യുക. 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. കാരണം ഇപ്പൊ 21% ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. Y314 എന്ന കോഡ് ഉപയോഗിക്കാം കേട്ടോ, കോഴ്സ് പർച്ചേസ് ചെയ്യാൻ. അതുപോലെ ISROന്റെ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് കൂടുതലായിട്ട്, ബാക്കി ഒരുപാടുണ്ട്. ബട്ട് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഇതാണ്. ആൻഡ് January 9 നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്ലിക്കേഷൻ ഓപ്പൺ ആണ് ISROന്റെ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ അപ്ലൈ ചെയ്യാം. നമുക്കറിയാലോ തിരുവനന്തപുരത്ത് തന്നെ ജോലി കിട്ടും. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഇത്. വേക്കൻസി തവണ ഉള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് ജോലി കിട്ടും. എക്സാം എഴുതി ജോലിക്ക് കയറാൻ പറ്റും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ആൻഡ് പെർമനന്റ് ജോബാണ്. ധൈര്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യുക. 2200 തന്നെയാണ് നിങ്ങൾക്ക് ഈ കോഴ്സും കിട്ടുക. കോഡ് മറക്കണ്ട, Y314 Y314. അപ്പോൾ അപ്ലിക്കേഷൻ ചെയ്യാത്തൊരു അപ്ലിക്കേഷൻ അവസാന മിനിറ്റിലോട്ട് മാറ്റി വെക്കണ്ട കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുള്ളൂ. ഓക്കെ, ആൻഡ് കോഴ്സ് ഇവിടെ ഉണ്ട്. ഇഫ് യു നീഡ് മെന്റർഷിപ്പ് ഉറപ്പായിട്ട് വേറെ ഇവിടെ നോക്കണ്ട, യു ക്യാൻ കം ഹിയർ. ഓക്കെ, യെസ്, പോവാം. ആദ്യത്തെ വേർഡ് പിടിച്ചോ, അബ്രപ്റ്റ്ലി. അബ്രപ്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണേ. അബ്രപ്റ്റ്ലി അഡ്ജക്റ്റീവിനോട് എൽവ ഇട്ടാൽ നിങ്ങൾക്ക് അഡ്വേർബ് കിട്ടും. ഓക്കെ, അപ്പൊ ലൈവിലുള്ളവരൊക്കെ ഒരു ലൈക്ക് ഇട്ട പിള്ളേരെ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് ഒരു ലൈക്ക് ഇടാത്ത എന്താ? ലൈക്ക് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് സെന്റൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫ്രെയിം ചെയ്തത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ഇംപ്രൂവിങ് ആൻഡ് യു ആർ ലേണിംഗ് എ ലോട്ട് അല്ലെ. അപ്പോൾ ഒരു ലൈക്ക് ഇട്ടേ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, അബ്രപ്റ്റ്ലി ഞാൻ വീണ്ടും പറയാണ്, അബ്രപ്റ്റ് അഡ്ജക്റ്റീവ് ആണ്. എൽവ ഇട്ട് കൊടുത്തപ്പോ അത് അഡ്വേർബ് ആയി ഇല്ലേ. അപ്പൊ സഡൻലി, അൺഎക്സ്പെക്റ്റഡ്ലി എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ അബ്രപ്റ്റ്ലിക്ക് പെട്ടെന്നുണ്ടായെന്നുള്ള അർത്ഥത്തിലാണ് അബ്രപ്റ്റ്ലി പറയാ. എന്നാൽ അബ്രപ്റ്റ്ലിക്ക് വേറെ അർത്ഥം കൂടെ ഉണ്ട്, റൂഡ്ലി. റൂഡായിട്ടുള്ള, ക്വിക്ക് ആൻഡ് റൂഡ് മൂവ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് കേർട്ട്ലി പറയാ. കേർട്ട്ലി, ഇതൊക്കെ അഡ്ജക്റ്റീവ്സ് ആണ്. അതിൽ എൽവ ഇട്ട് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് അഡ്വേർബ് കിട്ടുക. ഈ അഡ്ജക്റ്റീവുകളുണ്ട്, കേർട്ട്, റൂഡ്, അൺഎക്സ്പെക്റ്റഡ്, സഡൻ എന്നൊക്കെ പറയുന്നത് അഡ്ജക്റ്റീവ്സ് ആണ്. ഇതിലെല്ലാം എൽവ ഇട്ട് കൊടുത്തപ്പോൾ അഡ്വേർബ് കിട്ടി. സോ അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ സഡൻലി, അൺഎക്സ്പെക്റ്റഡ്ലി, പെട്ടെന്നുള്ളത് എന്നുള്ള അർത്ഥത്തിലുണ്ട്. അല്ലാതെ റൂഡ് ആയിട്ടുള്ള, കേർട്ട് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. അതായത് വളരെ ക്വിക്ക് ആയിട്ട് എന്നാൽ റൂഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള അബ്രപ്റ്റ്ലി പറയും. രണ്ട് രീതിയിൽ പറയും കേട്ടോ, ഓർത്തോണം. അടുത്ത ഓവർവെൽം ചെയ്യുക. എന്താ ഓവർവെൽം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓവർവെൽമിംഗ് എന്നുള്ള അഡ്ജക്റ്റീവ് പഠിച്ചായിരുന്നു അല്ലെ. ഓവർവെൽമിംഗ് അല്ലെ, നമ്മൾ ആകപ്പാടെ മൊത്തത്തിൽ ഇങ്ങനെ എല്ലാ ഇമോഷൻസോട് കൂടി ചെയ്യുന്ന ഓവർവെൽമിംഗ് അവസ്ഥയാണെന്ന് പറയില്ലേ. അപ്പൊ ഓവർവെൽം ചെയ്യാൻ മീൻസ് സ്വാം ചെയ്യാം. അങ്ങനെ ആകപ്പാടെ മുഴുകിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സബ്മേർജ് ചെയ്യുക, അതിലിങ്ങനെ ഫ്ലഡഡ് ആയിട്ടുള്ള അവസ്ഥയ്ക്കാണ് ഫ്ലഡ് ചെയ്യുക അല്ലെ. അതിനെയാണ് നമ്മൾ അത് മുക്കുക, അതിനെയാണ് ഒരു സ്വാം ചെയ്യുക അല്ലെങ്കിൽ സബ്മേർജ് ചെയ്യുക എന്നൊക്കെ പറയും. എന്നാൽ ഓവർവെൽം ചെയ്യുന്നതിന് വേറൊരു അർത്ഥം കൊണ്ട് അഫക്ട് ചെയ്യുക, മൂവ് ചെയ്യുക, സ്റ്റിർ ചെയ്യുക. ഇറ്റ് റിയലി ഓവർവെൽംഡ് മീ, അതെന്നെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യിപ്പിച്ചു അല്ലെ. എന്നെ ഒരുപാട് അഫക്ട് ചെയ്തു, ഒരുപാട് സ്റ്റിർ ചെയ്തു അല്ലെ, എന്നെ പ്രൊവോക്ക് ചെയ്തു. ഓവർവെൽം ചെയ്യുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ, മേ ബി എ പേഴ്സൺ ഓർ ഇറ്റ് മേ ബി എ സിറ്റുവേഷൻ അല്ലെ, എന്തെങ്കിലും സന്ദർഭമാകാം ഓർ ഒരു വ്യക്തിയാകാം. നമ്മളെ ഭയങ്കരമായിട്ട് ഓവർവെൽം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് നമ്മളെ അഫക്ട് ചെയ്തു അല്ലെ. ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുക എന്ന് പറയില്ല, മുഴുകിയിരിക്കും.
നമ്മളതിൽ മുങ്ങിപ്പോവാ പറയില്ലേ, അതാണ് ശരിക്കും ഓവർവെൽം ചെയ്യാന്ന് പറയാം. ആ മുങ്ങിയത് കൊണ്ട് നമ്മൾക്ക് ഒരുപാട് അഫക്ട് ചെയ്യപ്പെട്ടു, മൂവ് ചെയ്യപ്പെട്ടു. ദാറ്റ് ഈസ് വാട്ട് ഓവർവെൽം ഈസ്. ഓർത്തോണം, ഓവർവെൽം ഒരു verb ആണേ, മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കട്ടെ സെന്റൻസുകൾ. ഇതിന്റെ ഇടയ്ക്ക് സെന്റൻസുകളും കൂടെ വരട്ടെ. Okay, yes. COVID-19 is scaling up in China day by day. Yes, it is. Ardi, good morning. We need to figure out how to prepare for the upcoming sessions. Yes, great. Right. The police submitted evidences. Ayyo, Nandisha, evidences illada, evidence ullu. Karim, it is an uncountable noun. Evidence ennu parayunna proofs undu keto. Pakshe adinte meaning varuna evidence enna noun ine plural illa, adu singular aanu, uncountable noun. Evidences illa keto. In front of the court that bear out. In front of the court aanu, appo that bear out alla, that bears out their findings. Court that bears out. Alle കോട്ട് അല്ലേ, അപ്പൊ പിന്നെ ദാറ്റ് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം, ബെയേഴ്സ് ഔട്ട് കൊടുക്കണം. കോട്ട് സിംഗുലർ ആണ്, അപ്പൊ ദാറ്റ് കഴിഞ്ഞിട്ട് ബെയേഴ്സ് കൊടുക്കുക. ദ പോലീസ് സബ്മിറ്റഡ് എവിഡൻസസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കോർട്ട് ദാറ്റ് ബെയേഴ്സ് ഔട്ട് their findings. Evidences അല്ല എവിഡൻസ് കേട്ടോ, അതൊരു ശ്രദ്ധിക്കാം. ഓക്കെ, that's it. Scaling up of the eruption of tussles between parents scrapped my childhood. All right. ISR exam center ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ. ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് ഞാൻ എൻ്റെ ഒരു ഓർമ്മയില്ലത്. ഇന്ന് വൈകിട്ട് നമ്മൾ 7 മണിക്ക് ഒരു സെഷൻ ചെയ്യുന്നുണ്ട് ISROയെ പറ്റി. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എമ്മിലൊന്ന് വരിക കേട്ടോ. അപ്പൊ ഞാൻ അപ്പോഴേക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എനിക്ക് ഓർമ്മയിൽ അത് ആ നോട്ടിഫിക്കേഷന്റെ ഇതിലനുസരിച്ച് അതേന്ന് എൻ്റെ ഒരു ഓർമ്മ. He abruptly figured out the solution. Great. The Zoom meeting ended abruptly. That's great. The teacher abruptly asked the students to write exams. Great. Abrupt interruption of Joe's mommy dragged her in being a puppet. Illa. Dragged her in being a puppet പറഞ്ഞാൽ correct ആ. Yeah. All right. She came with overwhelmed joy. ഒറ്റ വാക്ക് overwhelmed മതി. അത് രണ്ടായിട്ട് എഴുതണ്ട കേട്ടോ പാർവതി, ഒറ്റയായിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. He was overwhelming with the memories of grandmother. That's great. She was overwhelmed in her thoughts. That's great. My teacher was overwhelmed with happiness when we won the science exhibition. That's great. Yes. Yes, Dibras. Mom ആണല്ലേ ഓർമ്മ, ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ട്രിവാൻഡ്രം തന്നെയാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ട്രിവാൻഡ്രം തന്നെയായിരുന്നു. Thank you. Abruptly, Vineet Srinivasan went into an overwhelming state when he saw the rhetoric review of audience. Yes. Abruptly, it created a havoc in hilly areas. It created പറയില്ല. Abruptly, it wreaked havoc. റെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്തും അല്ലെ, റൂൺ ചെയ്യാം. റെക്ഡ് ഹാവക്, അവിടെ റെക്ക് വെർബാ. റെക് ഹാവക് എന്ന് പറഞ്ഞൊരു ഫ്രേസ് ആണ്, അതിൽ റെക്ക് വെർബാണ്. അപ്പൊ ക്രിയേറ്റഡ് റെക് ഹാവക് എന്ന് കൊടുക്കരുത് കേട്ടോ. ആരതി എന്ത് കൊടുക്കണം അതിന് പകരം? റെക്ഡ് ഹാവക്. ക്രിയേറ്റഡ് വേണ്ട, റെക്ഡ് ഹാവക് കൊടുത്താൽ മതി. അപ്പൊ കറക്റ്റ് ആയി. ആ വെർബിന് നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതൊന്ന് ഓർത്തോളാം. സോ ദാറ്റ് റെക്ഡ് ഹാവക് എന്ന് കൊടുത്താൽ മതി. She was abruptly sacked out of the company. That's great. Everyone blamed him, but he figured out the solution because he was audacious. That's great. Oh. അപ്പൊ അടുത്തോട്ട് പോലെ, സമയമായെന്ന് സാരം. Eventuality എന്ന് പറഞ്ഞാല് ഇൻസിഡന്റ്, ഒരു എന്താ പറയാ, ഒരു സന്ദർഭം പറയില്ലേ. ഇൻസിഡന്റ് ഒരു സന്ദർഭം. ദാറ്റ്സ് ഇറ്റ്. ഒക്കറൻസ്, ഹാപ്പനിങ്, ഇവന്റ് എന്നൊക്കെ പറയാം. ഒരു എന്താ പറയാ, പെട്ടെന്നുള്ള ഒരു ഔട്ട്കം അല്ലെ, ഒരു ഔട്ട്കം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പെട്ടെന്ന് നടക്കുന്ന ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, അത് നമുക്ക് ഇവൻച്വാലിറ്റി എന്ന് പറയാം. ദാറ്റ് ഈസ് ഇവൻച്വാലിറ്റി. ആൻ ഔട്ട്കം, ഇൻസിഡന്റ്, ഒക്കറൻസ്, ഹാപ്പനിങ് എന്നൊക്കെ പറയാം. അടുത്ത ഒഡേഷ്യസ്. അഡ്ജക്റ്റീവ് ആണ്. ഒഡേഷ്യസ് എന്ന് പറഞ്ഞാൽ ബോൾഡ്, ഡെയറിങ്, ഫിയർലെസ്, ഒരു പേടിയില്ലാതെ നല്ല ധൈര്യത്തോടെ. ദാറ്റ് ഈസ് ഒഡേഷ്യസ്. എന്നാൽ ഒഡേഷ്യസിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ഹിസ് ഒഡേഷ്യസ്, ലുക്ക് അറ്റ് ഹിസ് ഒഡേഷ്യസ് റിമാർക്ക്. എന്ത് ഭയങ്കര റൂഡായിട്ടല്ലേ അവന്റെ റിമാർക്ക്. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയോ? ഇംപ്യൂഡന്റ്, ഇംപെർട്ടിനന്റ്, റൂഡ് എന്നൊക്കെ ഇതിലുണ്ട്. ഒഡേഷ്യസിന് ഒരു അർത്ഥം കൂടിയുണ്ട്. ഒന്ന് ഓർക്കണം. പോസിറ്റീവ് സെൻസിൽ ഒഡേഷ്യസ് ആണെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻസിൽ പറയും ഫിയർലെസ് ആയിട്ട്, ഡെയർ ആയിട്ട്, ബോൾഡ് ആയിട്ട് പറയും. എന്നാൽ നെഗറ്റീവ് സെൻസിൽ വേറെ അർത്ഥം കൂടെ ഉണ്ട് ഒഡേഷ്യസിന്. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അത് മാറും കേട്ടോ. ഇംപ്യൂഡന്റ് അല്ലെങ്കിൽ റൂഡ് എന്ന് പറയും, അതും പറയും ഒഡേഷ്യസ്. ഓക്കെ, അത് ഓർത്തോണം കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചോളാം. നോർമലി പേഴ്സന്റെ കൂടെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ കൂടെ ഒഡേഷ്യസ് പറയുമ്പോൾ പോസിറ്റീവ് സെൻസിലാണ് പറയാം, ഫിയർലെസ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള എന്നല്ല. എന്നാൽ ഒരു കാര്യം, റിമാർക്കിനെ പറ്റി, കോമന്റ്സ്, ഒഡേഷ്യസ് റിമാർക്ക്, ഒഡേഷ്യസ് കോമന്റ്, ഒഡേഷ്യസ് ക്രിറ്റിസിസം എന്നൊക്കെ പറഞ്ഞാൽ റൂഡ് ക്രിറ്റിസിസം അങ്ങനെയുള്ള രീതിയിലാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ.
അങ്ങനെ ഒരു കാര്യത്തോ എന്തൊരു ഒരു മാറ്ററിനോട് കൂടി നമ്മൾ കൊടുക്കുന്നെങ്കിൽ സംതിങ് ഇസ് ഒഡീഷ്യസ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇൻ എ വെരി നെഗറ്റീവ് സെൻസ് പറയാന്നുള്ള ഓർത്ത് വെച്ചോ. അതാണ് അതിന്റെ ഡിഫറൻസ്. കോണ്ടെക്സ്റ്റുവലി നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. അടുത്ത റെട്രിക് ആയിട്ട് പരിചയമുണ്ടായിരിക്കും. നൗൺ ആണ് റെട്രിക്. ഒറേറ്ററി, നമ്മുടെ ആ സംഭാഷണ രീതിയിലെ എലക്വൻസ്, എക്സ്പ്രഷൻ അല്ലെ, നമ്മുടെ വാക്ചാതുര്യം എന്നൊക്കെ നമ്മൾ പറയാം. അതിനാണ് റെട്രിക് എന്ന് പറയാം. റെട്രിക് ഓഫ് എ പേഴ്സൺ, ഒരു ഒറേറ്ററി അല്ലെങ്കിൽ എലക്വൻസ് ഓർ എക്സ്പ്രഷൻ, അതിനാണ് നമ്മൾ ഡെലിവറി, സ്പീച്ച്, ഡെലിവറി ഓഫ് സ്പീച്ച്, അതിനെ റെട്രിക് എന്ന് പറയാം. സോ ദാറ്റ്സ് റെട്രിക്, ഒറേറ്ററി, എലക്വൻസ്, എക്സ്പ്രഷൻ. ഓർത്തോ. ഓക്കെ, അതാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്ത് നോക്കുക, ഹെർ ഒഡീഷ്യസ് റെട്രിക് മെസ്മറൈസ്ഡ് ഓഡിയൻസ്. ദാറ്റ്സ് ഗ്രേറ്റ്. Yeah, that's great. അല്ലല്ല, അതിനു മുമ്പ് കുറച്ച് സെന്റൻസ് വിട്ടുപോയില്ലേ ഞാൻ, സോറി ഫോർ ദാറ്റ്. Yeah, an abrupt raid was carried out in the office. That's great. Audacious Saradhi and Joe spearheaded the commission and evaded the prevailing controversies. That's great. Scale up the death rates in US due to abrupt change in temperature. All right. അപ്പോൾ അതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആയിട്ടാണ് ഷൈനി ഉപയോഗിച്ചിരിക്കുന്നത്. സ്കെയിൽ അപ്പ് ചെയ്യും, ഇൻക്രീസ് ഡെത്ത് റേറ്റ്സ് എന്നാ കൊടുത്തേക്കുന്നത്. ഇൻക്രീസ് ചെയ്യൂ എന്ന രീതിയിൽ അങ്ങനെയാണോ, അതോ സംതിങ് സ്കെയിൽഡ് അപ്പ് ഡെത്ത് റേറ്റ്സ് ഇൻ US എന്നാണോ? അങ്ങനെയാണ് കൊടുക്കേണ്ടത് അല്ലെ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇമ്പരറ്റീവ് സെന്റൻസ് ആയിട്ടല്ല ഷൈനി ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സംതിങ് സ്കെയിൽഡ് അപ്പ്, എന്തോ ഒരു കാര്യം സ്കെയിൽ അപ്പ് ചെയ്തു ഡെത്ത് റേറ്റ്സ് അമേരിക്കയിൽ എന്നുള്ളതല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവിടെ കൊടുത്തോണം. എന്താണ് They're scaled up, ഇങ്ങനെ കൊടുക്കാം. They're scaled up the death rates in US due to the abrupt change in temperature. അങ്ങനെ കൊടുക്കാം. Okay, അത് correct ആണ്. She was overwhelmed by the exam results. That's great. Bose abruptly turned down his project proposal. All right. Typically, she seems to be an audacious person, yet she can talk for England. All right. Her audacious nature helped her to face the eventuality. That's great. Her audacious rhetoric mesmerized the audience. That's great. Aradhi's squandering of money eventually gridlocked her. Gridlocked, one word I did that, hyphenated. That eventuality made her audacious. That's great. Ayyankali was one of the audacious leaders in the history of Kerala Renaissance. Yes. Renaissance in Ayyankali oru vallathor idana. Pradhipa thanneyaanu. His audacious way of dealing with problems is alluring. That's great, Sansa. The eventuality overwhelmed his life. That's great. He's always audacious in his opinion. That is great, Neetu. The eventuality made the mandate to ramp up the usage of mask. That's great. Rhetoric which he delivered wasn't germane and created chaos among his fans. That's great. Good morning, Pravi. The eventuality insisted the need for an effective mechanism. That's great. The inauguration of Kerala's largest confectionery craze is eventuality എന്ന് പറയില്ല. inaugurating in Kozhikode, originating in Kozhikode, starting, beginning, eventualizing എന്നുള്ള രീതി പറയില്ല. eventuality noun ആണ് കേട്ടോ, noun ആണ്. eventuating എന്ന് പറയില്ല കേട്ടോ. that's wrong. ഇൻക്രീസ് ചെയ്യുന്നു, അതാ ഞാൻ പറഞ്ഞത്. ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പെരറ്റീവ്. ഇമ്പെരറ്റീവ് ആയിട്ടല്ല ഷൈനി ഉദ്ദേശിച്ചത്, ആസ് എ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ തുടങ്ങുമ്പോൾ ഒരു there കൂടി ഇട്ട് കൊടുത്താൽ ദ സ്കിൽഡ് അപ്പ് എന്ന രീതിയിൽ കൊടുത്താൽ അപ്പോൾ ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. The abrupt incident eventually made her audacious. That's great. An accidental eventuality overwhelmed his life. All right, that's great. Hi, I'm Amana. Hi. Good morning. Welcome. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോവാം. Let's move to the next set. അടുത്ത വാക്ക് നോക്കിയേ, ഡിസോസിയേറ്റ്. നമ്മൾ കേട്ടിട്ടുണ്ട്, അസോസിയേറ്റ് ചെയ്യുക. അസോസിയേറ്റ് ചെയ്യുന്ന ഇൻവോൾവ് ആവുക, അറ്റാച്ച് ആവുക, ഒരു കാര്യത്തിലോട് കണക്റ്റഡ് ആവുക, അറ്റാച്ച് ആവുക, അത് നമ്മൾ അസോസിയേറ്റ് എന്ന് പറയും. അസോസിയേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസോസിയേറ്റ്. സോ ദാറ്റ്സ് ആന്റണിം. ഓർത്തോണേ, നമ്മൾ എന്താ പറയാ, ഒരാളോട് പെർസ്വേഡ് ചെയ്യുക എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആണ് ഡിസ്വേഡ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഡിസ് എന്ന വാക്ക് വെച്ച് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളാം, അതൊരു നെഗറ്റീവ് പ്രിഫിക്സ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഡിസോസിയേറ്റ്, അസോസിയേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസോസിയേറ്റ്. അസോസിയേറ്റ് കണക്ട് ചെയ്യുക അല്ലെ, അറ്റാച്ച് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അല്ലെ. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ് നേരെ ഓപ്പോസിറ്റ്. ഡിസ്കണക്ട് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, ഡിറ്റാച്ച് ചെയ്യുക, സെഗ്രിഗേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് ഡിസോസിയേറ്റ്. ഓക്കെ, അതാണ് ഡിസോസിയേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം. അടുത്തത് മിയർലി. മിയർലി എന്ന് പറഞ്ഞാൽ അഡ്വേർബ് ആണ്. മിയർ എന്ന അഡ്ജക്റ്റീവിലൂടെ എൽവായിട്ട് മിയർലി കിട്ടും. സോ മിയർലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ്, ഓൺലി, പ്യൂർലി, സോൺലി, സിംപ്ലി, എൻറ്റയർലി, അത്ര ഉള്ളൂ എന്നുള്ള അർത്ഥം. അത്ര ജസ്റ്റ് മിയർലി, ഇറ്റ് വാസ് മിയർലി എ മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ കേട്ടെ. ഇറ്റ് വാസ് എ മിയർ മിസ്റ്റേക്ക്.
it was merely a mistake or it was a mere mistake. നമ്മളെപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ് അഡ്ജക്റ്റീവ് ആൻഡ് അഡ്വേർബ് കൺഫ്യൂഷൻ. അഡ്ജക്റ്റീവ് വേണ്ട അടുത്ത് അഡ്വേർബ് ഇട്ട് കൊടുക്കുക, അഡ്വേർബ് വേണ്ട അടുത്ത് അഡ്ജക്റ്റീവ് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മിയർലി എന്ന് പറയുന്നത് ജസ്റ്റ് ഓൺലി എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു ഡിഗ്രി അഡ്വേർബ് ആണ്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. മിയർ എന്നുള്ള അഡ്വേർബ് അഡ്ജക്റ്റീവ് ഉണ്ടേ ഓർത്ത് വെച്ചോളൂ. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ എപ്പോഴും പറയാറ്, അഡ്ജക്റ്റീവ് ആൻഡ് അഡ്വേർബിന്റെ യൂസേജിൽ എൽവൈ ഇട്ട് കൊടുത്താൽ, അഡ്ജക്റ്റീവിനോട് എൽവൈ ഇട്ട് കൊടുത്താൽ നമുക്ക് അഡ്വേർബ് കിട്ടി. അത് നൗണിനോട് എൽവൈ ഇട്ട് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ അഡ്ജക്റ്റീവ് കിട്ടും. സോ മിയർ എന്ന് പറഞ്ഞാൽ മീഗർ എന്ന അർത്ഥം, വളരെ തുച്ഛമായ എന്നുള്ള അർത്ഥത്തിൽ. മിയർ സാലറി എന്നൊക്കെ പറയില്ല ആ അർത്ഥം. അടുത്ത് നോക്കി ഐറ്ററേഷൻ ഓർ ഐറ്ററി അല്ലെ. ഐറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്ററേറ്റ് എന്ന് നമ്മൾ എപ്പോഴും പറയും അല്ലെ. ഇറ്ററേഷൻ ഓർ ഐറ്ററേഷൻ വാട്ട് എവർ ഇറ്റ് ഇസ് നൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. TION വാക്കുകളാണെങ്കിൽ നൗൺ ആണ്. എപ്പോഴും ഓർത്തോണം, TION വാക്കുകൾ നമ്മുടെ മുമ്പിൽ വരുന്നെങ്കിൽ അത് നൗൺ ആണ്. റെപ്പറ്റീഷൻ, ഒരു കാര്യത്തിന്റെ അല്ലെ ഐട്രേറ്റ് ചെയ്യുന്ന, റിപ്പീറ്റ് ചെയ്യുക, റീഡു ചെയ്യുക, റീസ്റ്റേറ്റ് ചെയ്യുക, റീക്യാപിറ്റുലേറ്റ് ചെയ്യുക. ഇന്നലെയും പഠിച്ചു അല്ലെ, ഇന്നലെ എന്നുള്ളത് വായിച്ചിരുന്നു. അപ്പോൾ ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം റെപ്പറ്റീഷൻ, അട്രൻസ്, റെപ്ലിക്കേഷൻ, റീഡൂയിങ്, ഒരു കാര്യത്തിന് വീണ്ടും റീഡു ചെയ്യുക, റീസ്റ്റേറ്റിംഗ് ഒക്കെയാണ് ഐട്രേഷൻ എന്ന് പറയാം. സോ ദാറ്റ്സ് വാട്ട് ഐട്രേഷൻ ഇസ്. അതിന് എന്താണോ അത് അതിന്റെ നൗൺ ഫോർമുലേഷൻ, ദാറ്റ്സ് ഓൾ കേട്ടോ. നമ്മളിപ്പോ എന്താ ഐട്രേറ്റ് എന്ന വേർബിന്റെ നൗൺ ഫോർമുലേഷൻ, ദാറ്റ്സ് ഓൾ. അതാണ് ഈ ഐട്രേഷന്റെ പ്രത്യേകത. ഓർത്തോണം. ഓക്കെ, റിപ്പറ്റീഷൻ, അട്രൻസ്, അതുപോലെ തന്നെ റിപ്ലിക്കേഷൻ ഓർ റീഡൂയിങ് എന്നൊക്കെ നമുക്ക് പറയാം. ദാറ്റ് ഇസ് ഐട്രേഷൻ. ഓക്കെ അല്ലേ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം ഇന്റന്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്റന്റ് എന്ന വാക്ക്. ഇന്റന്റിന്റെ ഡി ആണ് വരുന്നെങ്കിൽ നൗൺ ആണ്. ഇന്റന്റ് ടി ആണ് വരുന്നത്, സോറി, ഇന്റന്റ് ഡി ആണ് വരുന്നെങ്കിൽ വേർബ് ആണ്. ഇന്റന്റ് ഡി ആണ് വരുന്നതെങ്കിൽ വേർബ്, ടി ആണെങ്കിൽ നൗൺ ആണ്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. അപ്പൊ നോക്കാം, ഇന്റന്റ് രണ്ടും ഉണ്ട്, രണ്ടും സെയിം മീനിങ് ആണ്, അത് വേറെ കാര്യം. ഇന്റന്റ് വേർബ്, ഇതേ സാധനത്തിന്റെ വേർബ്. ഇന്റന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എയിം ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നൊക്കെ അർത്ഥം ഇന്റന്റ് ചെയ്യുക ഡി വരുമ്പോ അല്ലെ. ഇന്റന്റഡ്, ഐ ഡിഡ് ഇന്റന്റ് ടു എന്നൊക്കെ പറഞ്ഞ് ഈ ഇന്റന്റ് INTEND ആണ്. ഓക്കെ, ആ ഡി ആണ് അത് വേർബ്. പക്ഷെ ഇന്റന്റ്, ഇറ്റ് വാസ് നോട്ട് മൈ ഇന്റന്റ്, അതെന്റെ ഇന്റന്റ് ആയിരുന്നില്ല. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ഇന്റൻഷൻ ഓർ പർപ്പസ്, എയിം, നൗൺ, അതിന്റെ അതേ നൗൺ ആണ് ഇന്റന്റ്, ടി വാക്ക്. ഓക്കെ, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക ഡിറ്റർമിൻഡ്, ബെൻഡ് ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥത്തിലാണ് ഇന്റന്റ് എന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ അർത്ഥം. അപ്പൊ നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ഇന്റന്റ് ഉപയോഗിക്കാം, INTENT. ഓക്കെ, മറക്കണ്ടേ, പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഇന്നും വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു. ഇറ്റ്സ് ലൈക്ക് എ റിവിഷൻ ഫോർ us. ഓർക്കാം. അത് ടെൻവേഴ്സ്, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ടെൻവേഴ്സ് പറഞ്ഞു, വളരെ ലൈറ്റ് ആയിട്ടുള്ള അല്ലെ, ഡെലിക്കേറ്റ് ആയിട്ടുള്ള, നേരിയതായിട്ടുള്ള, അതാണ് ടെൻവേഴ്സ് എന്ന് പറയുന്നത്. I don't know, it is so tenuous എന്ന് പറഞ്ഞാൽ വളരെ ടെനുവസ് ആണ്, വളരെ ഡെലിക്കേറ്റ് ആണ്, വെരി വീക്ക്, സ്ലൈറ്റ്, ഇൻസബ്സ്റ്റാൻഷ്യൽ, പറയാൻ പോലും ഇല്ല, അത്ര സബ്സ്റ്റാൻഷ്യൽ ആണെങ്കിൽ കുറച്ച് ഉണ്ടെന്നുള്ള അർത്ഥം. ഇൻസബ്സ്റ്റാൻഷ്യൽ ആണ് ഇല്ല, പറയത്തക്ക നേരിയതായിട്ടുള്ള, ഫ്ലിംസി എന്ന് പറയില്ലേ, നേരിയ, അതാണ് ടെനുവസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്, അർത്ഥം ഇതാണ്. OUS വാക്കല്ലേ, ടെനുവസ്, അഡ്വഞ്ചറസ് അല്ലെ, അംബീഷ്യസ് ഒക്കെ പറയുമ്പോൾ OUS കാണാറില്ലേ, ആ സാധനം അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ വരുന്ന. അപ്പോ വെരി വീക്ക്, സ്ലൈറ്റ്, ഇൻസബ്സ്റ്റാൻഷ്യൽ, ഫ്ലിംസി എന്നൊക്കെയാണ് ടെനുവസ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ, ഓക്കെ ആണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് സെന്റൻസിലോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ alright, he completed his job abruptly. Alright, eventually Coakley was one of the best batsmen in the world cricket. That's great. And abrupt wrangling has dissociated them. Alright, after the exam he dissociated the connection. Alright, question, after the exam comma he dissociated the connection. Get on അത് പങ്ക്ച്വേഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി, അല്ലാതെ ഗ്രാമാറ്റിക്കൽ ഇസ് റൈറ്റ്. Idea and the idea and Airtel were dissociated. The idea and Airtel വേണ്ട, ഐഡിയ ആൻഡ് എയർടെൽ എന്ന രണ്ട് കമ്പനി, ഓർ വി കൊടുക്കുക. ഐഡിയ കമ്പനി അല്ല, വി ഇപ്പം വോഡാഫോൺ ഐഡിയ കമ്പൈൻഡ് ആയി, വി എയർടെൽ were dissociated and ശരി ഇവിടേക്ക് വരുന്നുണ്ടല്ലേ, ഐഡിയ ആൻഡ് എയർടെൽ were dissociated and merged into VI. Yes, കൊള്ളാം, വി. You should dissociate the nexus with that lady. That's great. Even though she was ripped apart by draconian opportunist friends, she made them answer by her audacity. That's great. They were dissociated merely because of petty fights. That's great. The abrupt eventuality forced me to dissociate from the group. That's great. Iteration is necessary in the above calculation. That's great. His look was merely extraordinary. That's great. That's great, Emil. ക്ലീവജ് പറയില്ലടാ. ക്ലീവജ് എന്ന് പറയുന്ന നൗണാണ്. ക്ലീവജ് നൗണാ. എന്താ ക്ലീവജ് ചെയ്യുക എന്ന വേർബിന്റെ അർത്ഥം പറ്റില്ല. ഞാനത് നോക്കട്ടെ. ക്ലീവ് ആണെന്ന് തോന്നുന്നു എന്റെ വേർബിന്റെ അർത്ഥം. ക്ലീവ് ആണ് എന്റെ ഒരു വിശ്വാസം. ക്ലീവജ് നൗൺ ആയിട്ട് പറയില്ലേ, ക്ലീവ് ആണ് എന്റെ ഒരു വിശ്വാസം. ലെറ്റ് മീ സീ ദാറ്റ്.
ക്ലീവ് നൗൺ ആട്ടോ, ക്ലീവജ് നൗൺ ആണേ. ക്ലീവ് ചെയ്യുക എന്നാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. ക്ലീവ് ആണെന്ന് തോന്നുന്നു. യാ, ക്ലീവ് ഉണ്ട്, സ്പ്ലിറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. ഇറ്റ്സ് ക്ലീവ് കേട്ടോ. വിനു, ക്ലീവജ് നൗണ് മുറിച്ചത്, ആ സെപ്പറേഷൻ, അതിനാണ് ആക്ട് ഓഫ് സെപ്പറേറ്റിംഗ്, അതിനാണ് ക്ലീവജ് പറയാം. പക്ഷെ ക്ലീവ് എന്ന് പറഞ്ഞാൽ മുറിക്കുക, നീ ഉദ്ദേശിച്ചതാ സ്പ്ലിറ്റ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഇവിടെ സിനിമയായിട്ട് വരില്ല, നീ ചോദിച്ചത് അതാണ് കേട്ടോ. ഓക്കെ, ലെറ്റ് മീ സീ. Okay. She dissociated from the gang when she came to know about their abrupt behavior. That's great. I'm generous in reasoning ability in competitive exams. I'm very weak. Oh. He merely figured out the solution. Dr. APJ Abdul Kalam iterated that our intent in life should not be generous. That's great. I don't want to see iteration of work. Each work should be unique. That's great. Simulation is an iterative process. All right. The iteration of daily exercise help alla Vinu, iteration are the subject, iteration singular alle, appo adanusaരിച്ച് helps to improve our health and also to alleviate the spelling nokke, ALIEVAT, alleviate VIA kuda unde, lifestyle diseases. Dissociation of the upper body and lower body is common when you deal with physio patients. That's it. Yes. He's tenuous. Psycho nariyadaipadana. The intent behind the draft submitted by Shammas with respect to empowerment of women is to dissociate inequalities. That's great. ഇന്ന് രണ്ടുപേരും നമ്മൾ പരസ്പരം സഹകരണത്തിലാണല്ലോ. ആരുടെയും ഷമ്മാസ് എന്നെ പറ്റി ഇന്ന് രണ്ടുപേർക്കും. Merely because of some difficulties I decided to go abroad. That's great. He's tenuous in studies. That's great. The research was mainly intended to carry out the objectives. That's great. It is a pertinent time to help her since she is so tenuous now. Okay. My intent was to slacken the friendship with her. Okay. Iteration of sports activities makes tenuous people strong. Yes, that's great. The main intent of Rindumis at the time of schooling is to chicken out from the science class. His tenuous approach towards others is quite disheartening. That's great. Suprabhat. KP Kutin. Suprabhat. കൊള്ളാം. ക്യാ ബാത്ത് എന്നല്ലേ ഉദ്ദേശിച്ചേ, ക്യാ ബാത്ത് എന്നല്ല, ക്യാ ഹാൽ ഹേ എന്നല്ലല്ലോ ഉദ്ദേശിച്ചേ, ക്യാ ബാത്ത് കൊയ് നൈ കുച്ച് നൈ എന്നൊക്കെ പറഞ്ഞല്ലേ, സുഖമായിട്ടിരിക്കുന്നു അല്ലേ, എന്താ ചെയ്യാം. The business partners dissociated with each other due to some tenuous issues. That's great. That's great. Okay, അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെറ്റിലോട്ട് പോയാലോ. ഇതിനുമ്പ് ഒരു സെന്റൻസ് കൂടെ ഉണ്ട് അല്ലേ. Iteration of content makes a tenuous impression on audience. That's great. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഇട്ട പിള്ളേരെ, വൊക്കാബുലറി ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഇടുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ടേ പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. എന്താണ് പിള്ളേരെ, വാട്ട് ഈസ് ഇറ്റ്, ലെറ്റ്സ് മൂവ്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ 4ാമത്തെ ബാച്ച്, പ്രിലിംസിന്റെ 4ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 3 ബാച്ച് ക്ലോസ് ആയി. കുട്ടികൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അടുത്ത 4ാമത്തെ ബാച്ച് തുടങ്ങുവാണ് ജനുവരി 4-ാം തീയതി. 4-ാം തീയതിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപ്ലൈഡ് ലാസ്റ്റ് ഡേറ്റ്. അപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് അപ്ലൈഡ് 4-ാം തീയതി, CHSL അപ്ലൈ ചെയ്യാനുള്ള ദിവസം 4-ാം തീയതിയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്തോളാം വേഗം തന്നെ കേട്ടോ. അപ്പോൾ പ്രിലിംസിന്റെ 4ാമത്തെ ബാച്ച് 4-ാം തീയതി തുടങ്ങും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ ബാച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ബാച്ചിലർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങുക. നമ്മൾ SCRT NCRT ബേസിസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ, പഠനം ഓർക്കാം. അപ്പോൾ യു നീഡ് പ്രോപ്പർ മെന്റർഷിപ്പ് എങ്കിൽ നമുക്ക് പ്രോപ്പർ മെന്റർഷിപ്പിലാണ് നമ്മുടെ കോഴ്സ് പോകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 4ാമത്തെ ബാച്ച് കേട്ടോ. അതുപോലെ CPO സിവിൽ പോലീസ് ഓഫീസർ വിളിച്ചു അല്ലേ. അപ്പൊ അതിന്റെ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. നമുക്കിനി അപ്ലൈ ചെയ്യേണ്ട സമയമാണ്, പഠിച്ചിറങ്ങേണ്ട സമയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുവാണ്. ഡിസംബർ 30-ാം തീയതി ബാച്ച് തുടങ്ങുവാണ്. അപ്പൊ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കോഡ് അറിയാലോ, Y314. 2400-നുള്ളിലാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് ഒക്കെ കിട്ടുക. അപ്പൊ ഈ എമൗണ്ട് ഡിസ്കൗണ്ട് ഇപ്പോൾ ഉണ്ട് 21%. ഇപ്പൊ നമുക്ക് എന്താ ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക കേട്ടോ. ഓ ഡിസ്കൗണ്ട് 21% ഓഫ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും കോഡ് ഉപയോഗിച്ചാൽ. ഓക്കെ, അടുത്ത് നോക്കിയേ, യൂണിവേഴ്സിറ്റി LGSന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 30-ന് വരുന്നുള്ളത്. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങണം. LGS നിങ്ങൾക്ക് അറിയാം, ഒരുപാട് കാത്തിരുന്നിട്ടാണ് ഇപ്പൊ LGSന്റെ ഒക്കെ വരവ്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിച്ചു, യൂണിവേഴ്സിറ്റി വിളിച്ചു, LGSും വിളിക്കും. കാര്യം നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. LGS ലാസ്റ്റ് ഡേറ്റ് സർവീസിന് ആവശ്യമുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. കാരണം ഒരു ബൾക്ക് ഇവിടെ ഈ വർഷം ഒരുപാട് പേരെ ഒഴിവായി പോകുന്നുണ്ട്, റിട്ടയർമെന്റ് നടക്കുവാണ്. അപ്പൊ ബൾക്ക് റിട്ടയർമെന്റ് പ്രോസസ്സിൽ ബൾക്കായിട്ട് ആൾക്കാരെ എടുക്കണ്ടേ. അതിനുവേണ്ടി ഒരു അവസരമാണ്. പരമാവധി അപ്ലൈ ചെയ്യുക. ഈ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണം കേട്ടോ. നിങ്ങൾ 7th ഗ്രേഡ് ക്വാളിഫിക്കേഷനെ വരുള്ളൂ. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നുള്ളത് വേറെ കാര്യം.
അപ്പോൾ 7th ഗ്രേഡ് ക്വാളിഫിക്കേഷൻ മതി നിങ്ങൾക്ക്, അപ്ലിക്കേഷൻ അതാണ് വേണ്ടത്. പക്ഷേ ഡിഗ്രി പാസ്സാവാനും പാടില്ല. അതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് രണ്ടും ബാക്കിയുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കും. മെയിൻ ക്രൈറ്റീരിയ ഇവരാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, അതനുസരിച്ച് അപ്ലൈ ചെയ്യുന്നതും പഠിത്തമൊക്കെ നോക്കുന്നവരും ഓർത്തോളാം. ഓക്കെ. അപ്പോൾ 2023 ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ കൈക്കുള്ളിലാക്കുക. സീസ് ദ ഡേ പീപ്പിൾ, കാപ്പേ ഡിയം. നമുക്ക് നോക്കാം അടുത്ത് സ്റ്റോഞ്ച്. അഡ്ജക്റ്റീവ് ആണ് സ്റ്റോഞ്ച്. കേട്ടുപോയി സ്റ്റോഞ്ച് ബിലീവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് വളരെ ലോയൽ ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള, സ്റ്റോൾ വാട്ട് ഓർ ഫെയ്ത്ത്ഫുൾ, അതാണ് സ്റ്റോഞ്ച് എന്ന് പറയാം. സ്റ്റോഞ്ച് അഡ്ജക്റ്റീവ് ആണ്. സ്റ്റോഞ്ച് എന്ന് പറഞ്ഞാൽ ലോയൽ, കമ്മിറ്റഡ്, സ്റ്റോൾ വാട്ട്, ഫെയ്ത്ത്ഫുൾ എന്നൊക്കെ നമുക്ക് പറയാം. അടുത്ത ഫൾക്രം. ഫൾക്രം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? രണ്ട് കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിനാണ് ഫൾക്രം എന്ന് പറയുക. ലൈക്ക് ആക്സിസ് അല്ലെങ്കിൽ പിവറ്റ്, ഫൗണ്ടേഷൻ, ഫ്രെയിം വർക്ക്. ആ അച്ചുതണ്ട് ഒക്കെ പറയില്ല നമ്മള്, ആ സാധനം, ആ ഫോക്കൽ പോയിന്റ് ഉണ്ടല്ലോ, അതിനാണ് ഫൾക്രം എന്ന് പറയാം. യു കെൻ നോട്ട് ബിഹേവ് ആസ് എ ഫൾക്രം എവറി ടൈം. എല്ലാ തവണയും നിനക്കൊരു ആക്സസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലരുണ്ടല്ലേ, വഴക്കും വെക്കാനൊക്കെ, ഫാമിലി ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ അതിൽ ഇടപെട്ടിട്ട് നമ്മൾ പരമാവധി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആക്സസ് ആയിട്ട് ബിഹേവ് ചെയ്യും ചില പീപ്പിൾ. There are some people in our life who behaves as fulcrum, അല്ലേ? So fulcrum is axis, pivot, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓർ ഫ്രെയിം വർക്ക് എന്ന് നമുക്ക് ഫൾക്രം എന്ന് നമ്മൾ പറയാം. ഓക്കെ. അടുത്ത വാലിയന്റ് കിങ് കേട്ടോണ്ടായിരിക്കും. ബ്രേവ്, ഫിയർലെസ്, കറേജസ്, ഹീറോയിക്, അതിനാണ് വാലിയന്റ് എന്ന് പറയാം. വാലിയന്റ്, ഈ വാലിയന്റ് അവാർഡ് ഒക്കെ നിങ്ങൾ കേട്ടില്ലേ? വാലിയന്റ് അവാർഡ്, നമ്മുടെ ബ്രേവറി അവാർഡ്സിന് വാലിയന്റ് അവാർഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, മെഡൽസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. സോ ദാറ്റ്സ് വാലിയന്റ് എന്ന് ഓർത്തോളൂ. വാലിയന്റ്. ഓക്കെ. അത് അഡ്ജക്റ്റീവ് ആണ്, വാലിയന്റ് അഡ്ജക്റ്റീവ് ആണ്, ഓർത്തോളം. ബ്രേവ്, അതുപോലെ തന്നെ ഫിയർലെസ്, കറേജിയസ്, ഹീറോയിക് എന്നൊക്കെയാണ് വാലിയന്റ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം, ഓർത്തോളം. അടുത്ത പെർസ്യൂട്ട്. പെർസ്യൂ ചെയ്യുക എന്ന് പറയില്ലേ, അതേ സാധനത്തിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് പെർസ്യൂട്ട്. പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് കേട്ടിട്ടില്ലേ? ചേസിങ്, ട്രാക്കിംഗ്, ആക്ടിവിറ്റി, കോളിംഗ്, നമ്മുടെ എന്താ പറയുക, യുവർ ഇൻട്രസ്റ്റ്, അതിനെയാണ് പെർസ്യൂട്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് യുവർ പെർസ്യൂട്ട്? ഫൈൻഡ് യുവർ പെർസ്യൂട്ട്, ഫിഗർ ഔട്ട് യുവർ പെർസ്യൂട്ട് ഇൻ ലൈഫ്. നിന്റെ ലൈഫിലെ നിന്റെ പെർസ്യൂട്ട് എന്താ, നിന്റെ ആക്ടിവിറ്റി, നിന്റെ കോളിംഗ് എന്താ, നിന്റെ വിളി, ദാറ്റ് ഇസ് പെർസ്യൂട്ട്. അല്ലെ, നമ്മൾ പറയില്ലേ യുവർ എന്താ പറയാ, വൊക്കേഷൻ, ലൈഫിലെ വൊക്കേഷൻ എന്താ, നിന്റെ വിളി എന്താ എന്ന് പറയും, ദാറ്റ് ഇസ് പെർസ്യൂട്ട്, ഓർത്തോണം. അടുത്ത ഹെജ്മണി. ഹെജ്മൺ അറിയാം, സുപ്രീം പവർ എന്നാണ് അർത്ഥം. ഹെജ്മണി എന്ന് പറഞ്ഞാൽ ആ പവർ ഇരിക്കുന്ന അവസ്ഥ. ലീഡർഷിപ്പ്, ഡോമിനൻസ്, സുപ്രമസി, അതിനെയാണ് നമ്മൾ ഹെജ്മണി എന്ന് പറയാം. നൗണാണ് ഹെജ്മണി, അറിയാലോ. ലീഡർഷിപ്പ്, ഡോമിനൻസ്, സുപ്രമസി, അതിനാണ് നമ്മൾ ഹെജ്മണി എന്ന് പറയാം. ഹെജ്മൺ ആ സുപ്രീം പവർ ഉള്ള ആ വ്യക്തിക്കോ ആ ഒരു കൺട്രിക്കൊക്കെയാണ് നമ്മൾ ഹെജ്മൺ എന്ന് പറയാം കേട്ടോ. ഹെജ്മണി അധികാരത്തിലെ ആ ഡോമിനൻസിലെ ആ ഒരു അപ്രമാദിത്വം എന്നൊക്കെ പറയാം, ആ സാധനം ഓർത്ത് വെച്ചോണം. Okay, that's it. Let's see. All right. Okay. ഹാല് തന്നെയായിരുന്നു. ഈശ്വര, എന്റെ ഹിന്ദി വളരെ വീക്കാണ്. ഞാൻ പണ്ടെങ്ങാണ്ട് പഠിച്ചത്, എന്റെ പൊന്നെ, ഹിന്ദിയൊക്കെ എന്റെ വീക്കാണ്. സോറി നന്ദീഷ, ഐ എം സോറി കേൾക്കൂട്ടെ, എന്നോട് ക്ഷമിക്കടാ. ഷമാസ് ഇന്നലെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സാം ഉണ്ടായിരുന്നു അല്ലേ? Okay. Tenus Ardi was flagged from the court of justice, which eventually caused her to do a crime. That's great. Tenus structure of column will adversely affect the entire contour of the building. Yes. First time ആണോ നീതു? വെൽക്കം. അതെനിക്ക് തോന്നി, അത് ഞാൻ പറഞ്ഞ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചത് അതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മുടെ ആദ്യം മുതലുള്ള കൂടുക. കറക്റ്റായിട്ട് ഡെയിലി നമുക്ക് ക്ലാസ്സുകളുണ്ട്, രാവിലെ 8:30 മണിക്കുണ്ട്. അപ്പൊ എല്ലാ ദിവസവും എഡിറ്റോറിയൽ വരിക കേട്ടോ. അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു സോ മച്ച്. നമ്മുടെ കമ്മ്യൂണിറ്റി, ബിക്കോസ് നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഉണ്ട്, ഇതാണ് നമ്മുടെ സ്ട്രെങ്ത്. ഇറ്റ്സ് എ ഗുഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ ധൈര്യമായിട്ട് വരാം കേട്ടോ. ഓക്കെ, ധൈര്യമായിട്ട് എല്ലാവർക്കും വെൽക്കം. യെസ്. എന്നോടോ ബാല, അത് എന്താ ചെയ്യാ? സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നു. CPO വന്നു കേട്ടോ, എബി വന്നു. CPO വന്നു. യെസ്, വന്നു. അതിനെപ്പറ്റി നമ്മൾ 2-3 സെഷൻ ചെയ്തു കേട്ടോ. ഇന്നലെ ഒരു സെഷൻ നമ്മൾ ചെയ്തായിരുന്നു. CPO അപ്ലൈ ചെയ്യാട്ടോ. അപ്ലൈ ചെയ്ത് തുടങ്ങുക, പഠിച്ചു തുടങ്ങുക. അറിയാലോ, നമുക്ക് ഫിസിക്കൽ നൈസായിട്ട് നമ്മൾ എക്സാമിന് പഠിക്കുന്നതിന്റെ കൂടെ ഫിസിക്കലും സെറ്റായിട്ട് എക്സസൈസും കാര്യങ്ങളും പ്രാക്ടീസ് ഒക്കെ ആയിട്ട് സെറ്റായി പൊക്കോളൂ കേട്ടോ. അതാ, ഓക്കെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പൊ നന്ദീഷ്, നിനക്ക് എക്സാം ഉണ്ടായിരുന്നു അന്ന്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. എടാ വിനു, നൈസായിട്ട് നീ എനിക്കിട്ടോ. റിന്റു ഇറങ്ങി, ഞാൻ ഉത്തരത്തിൽ നിന്ന് കയറാൻ ഞാൻ മറന്നുപോയി. എന്താ ചെയ്യാ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, വേറെ അതിൽ മുഴുകിപ്പോയി, സെന്റൻസ് മേക്കിംഗിൽ മുഴുകിപ്പോയി. സ്ലോഞ്ച് അപ്രോച്ച് ഓഫ് മാം മെയ്ഡ് ദിസ് സ്റ്റോഞ്ച് ആണ്, സ്ലോഞ്ച് അല്ല പ്രവീൺ, സ്റ്റോഞ്ച്.
approach of a ma'am made this session so good. Oh, thank you. അതാണല്ലേ മനസ്സിലായി ഇല്ല കേട്ടോ ഞാൻ കേറുന്നില്ല ഞാൻ 50 മാർക്ക് ലോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കാറ്റിൽ ഓക്കെ 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 all right വക്കാലത്ത് നാരായൺകുട്ടി was a staunch നാരായൺകുട്ടിയുടെ n ക്യാപിറ്റൽ കൊടുത്ത് MLA പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ മറക്കല്ലേ വക്കാലത്ത് നാരായൺകുട്ടി was a staunch lawyer and valiant citizen who helps to serve the needs of the people. He's staunch to the society. He's loyal to society. Okay, do you ready to അല്ല പ്രവി are you ready നീ ready ആണോ എന്നാണ് പ്രവൃത്തി പറയുമ്പോഴല്ലേ ഡു ചോദിക്കുക ഡു യു നീഡ് ടു ഡു ദാറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു പ്രവൃത്തിക്കൂടെ കൂടെയാണ് നമ്മൾ അല്ലെ ഇഫ് യു ഡു സംതിങ് പ്രവൃത്തി ഉണ്ടെങ്കിൽ ഡു ചോദിക്കുള്ളൂ ഒരു സ്റ്റേറ്റ് ആണ് പറയുന്നതെങ്കിൽ ബി ഫോർമുലേഷൻ കൊടുക്കുന്നത് പ്രവി ആർ യു റെഡി ടു പെർസ്യൂ യുവർ ഡ്രീംസ് നീ റെഡി ആണോ ഇറ്റ്സ് a പ്രവൃത്തി അല്ല ഇറ്റ്സ് a സ്റ്റേറ്റ് ആർ യു റെഡി ആണോ അഡ്ജക്റ്റീവ് അല്ലേ റെഡി അപ്പൊ റെഡിയുടെ കൂടെ കൊടുക്കുന്നുണ്ടല്ലേ ആർ യു റെഡി ടു പെർസ്യൂ യുവർ ഡ്രീംസ് a valiant person tastes that but once Caesar yes അല്ലേ കറക്റ്റാ ബീരു പലതവണ മരിക്കുന്നു അല്ലേ എന്നാല് യെസ് ദാറ്റ്സ് ഇറ്റ് the fulcrum of their relationship was staunchness സ്റ്റോൺച്ച്നെസ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടേ സ്റ്റോൺച്ച് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ് സ്റ്റോൺനെസ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് രശ്മി ഞാൻ നോക്കട്ടെ സ്റ്റോൺച്ച്നെസ് ആണോ സ്റ്റോൺനെസ് തന്നെയാ അല്ലേ സ്റ്റോൺനെസ് തന്നെയാണ് യെസ് ഇറ്റ് ഇസ് സ്റ്റോൺനെസ് തന്നെയാണ് അപ്പൊ നൗൺ സ്റ്റോൺനെസ് യെസ് the fulcrum of the relationship was staunchness. That's great. The hegemony of MS Dhoni. ഞാൻ നിന്നോട് എമ്മിലിനോടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് MS ധോണി എമ്മും ക്യാപിറ്റൽ എസും ക്യാപിറ്റൽ ഇനിഷ്യൽ വരുമ്പോൾ അല്ലാതെ MS എഴുതിയ മിസ് എന്ന് വായിക്കും അതൊന്ന് ശ്രദ്ധിച്ചോണേ MS ധോണി was one of the major missing points for India in cricket എന്ന് കൊടുക്കാം experts cited that RCB fans are the harbinger of loyalty. That's great. His valiant approach helped to save lives of many. That's great. Hegemony is one of the good qualities of a leader. That's great. Supremacy. There is no better pursuit than stopping crimes and protecting lives. Nibrase adu kollam. CPO ninakku CPO an ആഗ്രഹം ഉണ്ടല്ലേ അപ്ലൈ ചെയ്തിട്ടില്ല അപ്ലൈ ചെയ്തില്ല നല്ല കാറ്റ് her valiant attitude helped her to chase her pursuit and now she is the hegemon of an MNC. That's great. His hegemony saved us in that tipping point. That's great. They're group 1 in the cultural program under his hegemony. That's great. Fulcrum of the report submitted to the board of directors to review the policies. Okay. Fulcrum of report പറയില്ലല്ലോടാ fulcrum ആക്സിസ് എന്നൊരിടത്താണ് ഫ്രെയിംവർക്ക് എന്നൊരു രീതിയിൽ ആ അർത്ഥത്തിൽ ഇത് വരില്ല കേട്ടോ ഓർത്തണം അവിടെ fulcrum of report എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ അതിൽ കോണ്ടെക്സ്റ്റുവൽ മീനിങ് മാറിപ്പോയി നീ ഉദ്ദേശിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ ഒരു സ്ട്രക്ചർ കൊടുത്തു എന്നാണെങ്കിൽ അവിടെ അതിന് ഫ്രെയിംവർക്ക് എന്ന് കൊടുത്തു അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് കൊടുക്കണം കേട്ടോ എംഎൽഎ അപ്പോഴത് കറക്റ്റ് ആവും ഓക്കെ ISR progressed a lot under the hegemony of Dr. APJ Abdul Kalam. Yeah, it's quite stunning that the hegemony of Lionel Messi in football that the vendor it's quite stunning about the hegemony of അവിടെ that വന്ന അടുത്ത ഇത് വേണം അടുത്ത ക്ലോസ് വരണം ക്ലോസ് ഇവിടെ ഇല്ലല്ലോ വിനു അപ്പോൾ that വേണ്ട കേട്ടോ are you ready to pursue your dreams yes many people can boast of their valiant character but very few can bell the cat that's great അത് കൊള്ളാം സുമി CHSL ആണ് UNCSL ആണ് ബെറ്റർ ഓപ്ഷൻ രണ്ടും നല്ല ഓപ്ഷനാണ് കാര്യം CHSL ആവുമ്പോൾ +2 ലെവൽ എക്സാം ആണ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും യൂണിവേഴ്സിറ്റി ആവുമ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആണ് കട്ട് ഓഫിന്റെ ആയിരിക്കും ശ്രദ്ധിക്കണം മാത്രം ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന ഒരു എക്സാം ആണ് യൂണിവേഴ്സിറ്റി നല്ല പോസ്റ്റാണ് പോസ്റ്റ് പറയുമ്പോൾ രണ്ട് നല്ല പോസ്റ്റുകളൊക്കെ തന്നെയാണ് പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് CHSL നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട് നമ്മുടെ LDC ഉണ്ട് LDC പോസ്റ്റ് ഉണ്ട് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട് DEO ഉണ്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് അപ്പൊ ഇത് 3 നമുക്കുണ്ട് അപ്പം 3 വ്യത്യാസം അല്ലേ അതാണ് CHSL ബാക്ക്ഗ്രൗണ്ടിൽ വരിക 2 tier എക്സാംസ് ആണ് യൂണിവേഴ്സിറ്റിന്റെ 2 tier എക്സാം പ്രിലിംസ് ആൻഡ് മെയിൻസ് ഉണ്ട് ഡിഗ്രി പ്രിലിംസ് ആണ് അപ്പൊ അതനുസരിച്ച് ലെവലും കൂടെ ഒന്ന് കീപ്പ് അപ്പ് ചെയ്യണം അപ്പൊ അമ്മാനെ ആലോചിച്ച് നോക്കുക ഏതാണ് അമ്മാനക്ക് ബെറ്റർ എന്നുള്ളത് രണ്ടും അപ്ലൈ ചെയ്യാൻ രണ്ടിനു വേണ്ടി പഠിക്കുക അതിലൂടെ PSC ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കേരള ഹിസ്റ്ററി കേരള ജോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഓക്കെ വെറൈറ്റി GK യുടെ ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി പഠിക്കുമ്പോൾ ഒരുപോലെ അങ്ങ് പഠിച്ചു വിട്ടാൽ മതി ആകെ പാടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റണമെന്നേ ഉള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി The prowess of Rinjubam towards teaching and her her staunchness ഇപ്പൊ പറഞ്ഞില്ലേ staunch എന്ന് പറയുന്ന adjective ആണ് അപ്പൊ loyalty എന്നാണെങ്കിൽ staunchness
towards the students is commendable. Thank you. ഉത്തരത്തെ കേറില്ലാട്ടോ വിനു, ഇന്ന് കേറുന്നില്ലേ ഞാൻ. ഞാൻ പിടിച്ചു വെച്ചേക്കാറ്. Arathi dawdled many places in the pursuit of happiness and ended up by finding Rinduback. ഓ എന്റെ ഷമ്മാസ വേണ്ട, അവസാനം സിംഹത്തിന് മടക്കി കയറിച്ചെന്നൊക്കെ പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. അത് വേണ്ട, അത് വേണ്ടായിരുന്നു. Sentence കൊള്ളാം. Pursuit of phone calls trapped him. All right. The police officers pursued a thief in the outskirts of the city. That's great. ഈ ഫ്രെയിംവർക്ക് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ലേ. In Keshavananda Bharati case, SC iterated that the government can amend the constitution without destroying the fulcrum of the constitution. All right, that's great. The valiant nature towards life made her to pursuit alla, made her to pursue. Pursuit noun alle, pursue ആണ് verb, pursue. Verb കൊടുത്തു, പക്ഷെ verb താണ് pursue. This is verb. Verb കൊടുക്കട്ടാ, verb കൊടുക്ക. To pursue an abrupt change in her life. What does sense? ISRO അസിസ്റ്റന്റും UD ക്ലർക്കിന്റെ കോച്ചിങ് ഉണ്ടാവോ? ISRO അസിസ്റ്റന്റ് ക്ലാസ് ഉണ്ട്. യാ UD അതെ, നമ്മൾ അതിന്റെ കമ്പൈൻ ബാച്ചാ കൊണ്ടുവരുന്നത്. അതെ അഞ്ചു, അതെ ഉണ്ട് കേട്ടോ, ബാച്ച് ഉണ്ട്. ക്ലാസ് ഉടനെ തുടങ്ങും. 9-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇഫ് യുവർ ഇൻ ബാച്ച് ഉണ്ട്, ജോയിൻ ചെയ്യാം കേട്ടോ. കോഡ് മറക്കണ്ട, Y314. If your work in staunch attitude, if you are work വേണ്ടല്ലോ ഷൈനി, if you work in staunch attitude, if you work in വേണ്ട അവിടെ, if you work in staunch attitude, you will become a good employee എന്ന് പറയും. Proper slicing and dicing help the demagogue to devise a plan valiantly. That's great. Her hegemony turned them audacious. That's great. Okay. Joe's request for happiness was a juncture when she met me. That's great. ഓക്കെ, കേറ. അതാണ് എനിക്ക് അത് കേട്ടത് സമ്മതിക്കില്ല, അത് കേട്ടാ മതി എനിക്ക്. വിനു നീ ഉള്ളത് കൊണ്ട് എനിക്ക് ധൈര്യം. അത് കറക്റ്റ്. യെസ്, മൂവിങ് ഓൺ. അടുത്ത് നോക്കാം. അൺപ്രസിഡന്റഡ് ലാസ്റ്റ് സെറ്റ് ആണ്, നോക്കൂ. അൺപ്രസിഡന്റഡ് എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോണ്ട്. PRECEDENTED പ്രസിഡന്റഡ് എന്ന് പറഞ്ഞാൽ അൺപാരലൽഡ് അല്ലെ. നമുക്ക് അതിന് വേറൊരു കാര്യമായിട്ട് തുലനം ചെയ്യാൻ പറ്റില്ല. അൺഈക്വൽഡ്, അൺറൈവൽഡ്, അതാണ് അൺപ്രസിഡന്റഡ് എന്ന് പറയാം അല്ലെ. ഇറ്റ് കനോട്ട് ബി ഇൻകംപാരബിൾ എന്ന് പറയും. ദാറ്റ് ഇസ് അൺപ്രസിഡന്റഡ്. ഇൻകംപാരബിൾ, വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാനോ ഈക്വൽ ചെയ്യാനോ പാരലൽ ചെയ്യാനോ പറ്റില്ല. ദാറ്റ് ഇസ് അൺപ്രസിഡന്റഡ്. ഇൻകംപാരബിൾ, അൺപാരലൽഡ്, അൺഈക്വൽഡ്, അൺറൈവൽഡ് എന്നൊക്കെ പറയുന്ന സാധനം അഡ്ജക്റ്റീവ് ഓർത്തോളാം. അടുത്തത് കോഗ്നിസെന്റ് അറിയാലോ, വളരെ ഫോർമൽ ആയിട്ടൊരു വാക്കാണ്, അഡ്ജക്റ്റീവ് ആണ്. കോഗ്നിസെൻസ് ആണ് നൗൺ. കോഗ്നിസെന്റ് അഡ്ജക്റ്റീവ് ആണ്. കോഗ്നിസെൻസ് നൗൺ. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയില്ലേ, അതാണ് കോഗ്നിസെൻസ്. അവയർനെസ്, അണ്ടർസ്റ്റാൻഡിങ്, അതാണ് നൗൺ ആയിട്ട് കോഗ്നിസെൻസ് എന്ന് പറയാം. എന്നാൽ കോഗ്നിസെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന അവസ്ഥ, കോൺഷ്യസ് ആയിട്ടുള്ള, അവെയർ ആയിട്ടുള്ള, അപ്രൈസ്ഡ് ആയിട്ടുള്ള, അബ്രസ്റ്റ് ആയിട്ടുള്ള, അതാണ് കോഗ്നിസെന്റ് എന്നർത്ഥം. ഇത് ഫോർമൽ വേർഡാണ്, ഓർത്തോണേ. നമ്മൾ ശരിക്കും പറഞ്ഞ ഇഫ് യുർ കോഗ്നിസെന്റ്, ഇഫ് യുർ അവെയർ എന്നർത്ഥമില്ലേ. നമ്മൾ നോർമൽ സെൻസിൽ പറയുമ്പോൾ ഒരു കോമൺ ലാംഗ്വേജിൽ അല്ലെങ്കിൽ എന്താ പറയാ, സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്ന കോഗ്നിസെന്റ് എന്ന യൂസേജ് അല്ല, അവെയർ കോൺഷ്യസ് എന്നർത്ഥമാണ്. പക്ഷേ നമ്മൾ കോഗ്നിസെന്റ് ഉപയോഗിക്കുന്ന ഫോർമൽ ടെർമിനോളജിയും ആയിട്ട് മാത്രമാണ്. ദാറ്റ്സ് കോഗ്നിസെന്റ്. അടുത്ത നോക്കിയേ, റിപ്രോച്ച്. നൗൺ ആയിട്ടും വെർബ് ആയിട്ട് ഉപയോഗിക്കും. റിപ്രോച്ച് ഇത്രേ ഉള്ളൂ. റിബ്യൂക്ക്, റിപ്രൂഫ് അല്ലെങ്കിൽ ഡിസപ്രൂവൽ അല്ലെ, എതിർപ്പ് അല്ലെ, അതിനെയാണ് ഡിസപ്രൂവൽ, റിപ്രൂഫ്, റിബ്യൂക്ക്, റിപ്രോച്ച് അതാ എതിർപ്പാണ്. അത് വെർബായിട്ട് പറയുമ്പോൾ ഡിസപ്രൂവ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് അല്ലെ. അപ്രൂവ് ചെയ്യാതെ ഡിസപ്രൂവ് ചെയ്യുക, അതിന് കൺസെന്റ് കൊടുക്കാതിരിക്കുക, അതിനാണ് റിപ്രോച്ച് ചെയ്യുക എന്ന് പറയാം കേട്ടോ. ഓർത്ത് വെച്ചോളൂ. ദാറ്റ് ഇസ് വെർബ് ആൻഡ് നൗൺ. നൗൺ ആയിട്ടും വെർബ് ആയിട്ടും ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കാണ് റിപ്രോച്ച്. ഓർത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. Valiant efforts in life is need for our success. Okay. Valiant efforts in life is need. Yes, ആവശ്യം. Yes. അപ്പൊ ഇങ്ങനെ കൊടുക്കാം. വാലന്റ് എഫേർട്സ് ഇൻ ലൈഫ് ഈസ് എ നീഡ്. ഒരു ആവശ്യം, നമ്മുടെ എഫേർട്സ് എടുക്കുക എന്നുള്ളത് ഒരു നീഡ് ആണെന്നുള്ള രീതി കൊടുത്തു. അപ്പോഴത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. Ravi, are this improvement in the usage of words at rhetoric she made galvanized herself? അവിടെ കോമ വേണ്ട കേട്ടോ ക്ഷമാസേ. Happiness is ephemeral, but the pursuit of happiness is an extensive thing. Yes. Her friendship is unprecedented in my life. That's great. That's great. അപ്പൊ അല്ലേ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാലോ. This is all about our vocabulary. ഇന്ന് കുറച്ച് vocabulary ഉള്ളൂ, ഒരുപാട് vocabulary ഒന്നുമില്ല. That's it. Let's move to the article. Staying prepared. നമ്മൾ COVID-19 പറ്റി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആൻഡ് വാട്ട് ഇസ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ്. ജീനോം സീക്വൻസിംഗിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഇന്ത്യ. അതിനെ പറ്റിയാണ്. കുറച്ചുകൂടെ പേസ് ഒന്ന് കൂട്ടണം, അതിന്റെ പേസ് അനുസരിച്ച് സ്കെയിലപ്പ് ചെയ്യണം, അത് ഇല്ലെങ്കിൽ പണിപാളും എന്നാണ് ഇന്ന് പറയണത്. കാരണം വെച്ചാൽ നമുക്ക് എന്താ പറയാ,
നെക്സ്റ്റ് പടിയിലോട്ട് പോകണം അല്ലെ. ഒരു 2 വേവ് വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചു, ഡെത്ത് റേറ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്, മരണസംഖ്യ കൂടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത പടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ അടുത്ത പടി പ്രിപ്പറേഷൻ നമ്മൾ എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇന്ന് കേട്ടോ. നോക്കാം. Her cognizant mind found out an unprecedented truth. That's great. His reproaches in party meetings made others angry. That's great. Mahatma Gandhi capital. എമിലെ നീ പേരെഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. എപ്പോഴും ഞാൻ എന്നോട് പറയാറുണ്ട്, പേരെഴുതുമ്പോൾ ക്യാപിറ്റൽ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. Unprecedented life cannot be imitated by anyone. That's right. You should be cognizant about the pattern of exam. That's great. You should be aware. അല്ലേ? കൊള്ളാം. ഓക്കെ, അപ്പൊ നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാലോ. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് ഇട്ട പിള്ളേരെ. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. മീൻ വൈൽ നിങ്ങൾക്ക് വാക്കുകളൊക്കെ മനസ്സിലായെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് യൂസ്ഫുൾ ഒരു ലൈക്ക് ഇട്ടേ, അതുപോലെ തന്നെ കോമന്റ് സെക്ഷനിൽ ഒരു തംസ് ഇട്ട പിള്ളേരെ. Be cognizant while doing your work. Be cognizant അല്ല ഷൈനി, be cognizant. അവിടെ adjective. Be cognizant. Cognizant ആയിരിക്കുക, aware ആയിരിക്കുക. Cognizance noun അല്ലേ. Be understanding എന്ന് പറയില്ലോ, be understood എന്നല്ലേ പറയുള്ളൂ. അതുപോലെ reproach of the authorities disappointed him from achieving his dream. That's great. Moving on. അപ്പൊ ആർട്ടിക്കിളോട്ട് പോവാണ് ഞാൻ. ഓക്കെ, സ്റ്റേയിങ് പ്രിപ്പയർഡ്. അപ്പൊ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇറ്റ്സ് ലൈക്ക് എ വാർണിംഗ് ടു us, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സജഷൻ ആണ് നമുക്ക് പറയാം. നോക്കാം. The reproach of his friend makes everyone sad. All right, that's great. India needs to scale up the pace of its genome sequencing. അപ്പൊ ഇന്ത്യ എന്തിനാണ് ശ്രദ്ധിക്കേണ്ടത്? ഇന്ത്യ സ്കെയിൽ അപ്പ് ചെയ്യണം. അതിന്റെ പേസ് എന്തിനു വേണ്ടിയുള്ള പേസാ? ജീനോം സീക്വൻസിംഗിൽ കുറച്ചുകൂടെ പേസ് അതിന്റെ കൂട്ടണം. ജീനോം സീക്വൻസിംഗിലുള്ള പേസ് ഇന്ത്യ കുറച്ചുകൂടെ കൂട്ടണം. അതിനൊന്ന് ഇന്ത്യ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ. 3 years after strict enforcement of its zero COVID strategy, China abandoned it abruptly, leading to a jump in cases each day. An estimated 250 million people were infected in 20 days in December, according to media, overwhelming hospitals and crematoria. Based on 13 genome sequences deposited between October and December and 14 genome sequences in December alone from China, the BF7 appears to be the dominant variant. Though this variant was found in many countries including India months ago, there is fear that പറഞ്ഞു വരുന്ന കാര്യത്തിലോട്ട് കിടക്കാം. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 3 വർഷം ശ്രമിച്ചോണേ. 3 years, it's been 3 years. എന്തിനു വേണ്ടിയിട്ടാ? സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് COVID-19 സ്ട്രാറ്റജി. സ്ട്രിക്റ്റ് ആയിട്ട് COVID-19 സ്ട്രാറ്റജി എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറോ കോവിഡ് സ്ട്രാറ്റജി എൻഫോഴ്സ് ചെയ്തായിരുന്നു ചൈനയിൽ. അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് അബാൻഡൻ ചെയ്തവര്, പെട്ടെന്ന് ഒഴിവാക്കിയത്. അത് വിട്ടു, അത് വേണ്ട വെച്ചവര് അത് ഒഴിവാക്കി. എന്തുകൊണ്ടാണ്? ഒരുപാട് കേസ് കൂടിക്കൂടി വരികയാണ്. ലൈക്ക് എസ്റ്റിമേറ്റ് അതിന്റെ ഭാഗമായിട്ട് എന്ത് വന്നു? 250 million people were infected. അപ്പൊ നമ്മളൊന്ന് ഒഴിവാക്കാൻ നോക്കിയിരിക്കുമായിരുന്നു പറയാലോ. 250 million people ആണ് ഇത് ചെയ്തത്, ഇൻഫെക്റ്റഡ് ആയെന്ന് നോക്കണം. ഈ 250 million പീപ്പിളില് ഓർക്കണം, വെറും 20 ദിവസത്തിലാണ് നോക്കണം. ഈ 250 million പീപ്പിൾ ഇൻഫെക്റ്റഡ് ആയത് എപ്പോഴാണ്? ഡിസംബറിലെ വെറും 20 ദിവസത്തിനുള്ളിലാണ് ഈ പരിപാടി നടന്നത്. അപ്പൊ മീഡിയ പറയുന്നതാണ്. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ നിറഞ്ഞു. ക്രിമറ്റോറിയൻ ഹോസ്പിറ്റൽസ് വർ ലൈക്ക് overwhelming with patients ഒക്കെ. ആൻഡ് ഓഫ് കോഴ്സ് ഡെഡ് ബോഡീസ് as well. അതാണ് ക്രിമറ്റോറിയം എന്ന് പറഞ്ഞു പറഞ്ഞാലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 30 ജീനോം സീക്വൻസസ് ഡിപ്പോസിറ്റ് ചെയ്തു ഒക്ടോബർ ഡിസംബർ കാലഘട്ടത്തിൽ. 30 ജീനോം സീക്വൻസസ് കേട്ടോ. ഈ 30 ജീനോം സീക്വൻസസിൽ ഈ പറയുന്നത് വെച്ചാൽ 14 ജീനോം സീക്വൻസസ് ഡിസംബറിൽ മാത്രമായിട്ട്, ഡിസംബറിലും ഒക്ടോബറിലായിട്ട് 30 ജീനോം സീക്വൻസസും ഡിസംബറിൽ മാത്രമായിട്ട് 14 ജീനോം സീക്വൻസസ് കൊടുത്തു. ചൈനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ആ ബേസ് ചെയ്തിട്ട് അവിടെ പറയുന്നതനുസരിച്ച് BF7 എന്ന ജീനോം സീക്വൻസ് ആണ് ഡോമിനന്റ് വേരിയന്റ് ആയിട്ട് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റ് നമ്മൾ പല കൺട്രീസിലും കാണുന്നുണ്ട്, ഒരുപാട് കൺട്രീസിൽ കാണുന്നുണ്ട്. ഇന്ത്യയിൽ പോലും ഇത് കാണുന്നുണ്ട്. മന്ത്സ് അഗോ കേട്ടോ. there is fear that the uncontrolled spread of the virus in China may result in new variants with an even higher transmissibility. അപ്പോൾ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ചൈനയിൽ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ മറ്റു കൺട്രീസിലും അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ നമ്മൾ തീരുമാനിച്ചിരുന്നു ഇനിയും അൺകൺട്രോൾഡ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും സ്പ്രെഡ് ഓഫ് വൈറസ് വരാം ചൈനയിൽ. അതുകൊണ്ട് ഹയർ അതിന് ട്രാൻസ്മിസിബിലിറ്റി റേറ്റ്, അതായത് അല്ലെ ട്രാൻസ്മിസിബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ പടരുവാണ്. ഈ ഡിസീസ് മറ്റുള്ളവർ പടരുക പറയില്ല, കമ്മ്യൂണിക്കബിൾ ആകുക. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ആകുന്നതിന്റെ റേറ്റ് കൂടുതലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെത്ത് റേറ്റ് ഇല്ല കേട്ടോ, ട്രാൻസ്മിസിബിലിറ്റി റേറ്റ് കൂടുതൽ എന്ന രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ the BF7 sublineage with 3 additional immune escape mutations already seen in other variants has been found in some people arriving from China. These mutations may increase transmissibility, but it will not increase disease severity. With a case surge in a few months, more countries
India has taken the right and proactive measures to be ready for any eventuality. With over 90% of the adult population already fully vaccinated by July this year, over one-fourth of adults also boosted, and a large percentage of population also naturally നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ചൈനയിലുള്ള കാര്യമാണ് പറയുന്നത്. അതിലെ സബ് ലീനേജ് ആയ BF7 സബ് ലീനേജിലാണ്, അതിനാണ് നമ്മൾ പറയുന്നത്. അതിൽ അഡീഷണൽ മ്യൂട്ടേഷൻസ് ഉണ്ട്. അതിന് അഡീഷണൽ മ്യൂട്ടേഷൻസ് ഉള്ള സാധനമാണ്. അതിന്റെ വേരിയേഷൻസ് പല ആൾക്കാർ, ചൈനയിൽ നിന്ന് പല ആൾക്കാരിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സം പീപ്പിൾ. ചില ആൾക്കാരിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ചൈനയിൽ നിന്ന് വരുന്നവരില്ല. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന് ട്രാൻസ്മിസിബിലിറ്റി റേറ്റ് കൂടുതലാണ്. ഞാൻ വീണ്ടും എടുത്ത് പറയണേ, പരക്കൽ കൂടുതലാണ്, പക്ഷെ സിവിയറിറ്റി കുറവാണ്. ഇറ്റ് വിൽ നോട്ട് ഇൻഡിക്കേറ്റ്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ഇൻക്രീസ് ഡിസീസ് സിവിയറിറ്റി, അല്ലെ? എന്ന് വിചാരിച്ചാൽ ട്രാൻസ്മിസിബിലിറ്റി റേറ്റ് കൂടുതലാന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഡിസീസ് സിവിയറിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, അല്ലെ? അത് ഇറ്റ് വിൽ നോട്ട് ഇൻക്രീസ് ഡിസീസ് സിവിയറിറ്റി. ഡിസീസ് സിവിയറിറ്റി എന്തായാലും ഇൻക്രീസ് ചെയ്യില്ല. അത് നമ്മൾ കണ്ടുപിടിച്ചു. അത് കാര്യങ്ങൾ നമ്മൾ നോക്കി കണ്ടുപിടിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലത്തെ ചില കൺട്രീസിലും ഇതുപോലെ സർജ് കൂടി വരുന്നപ്പോൾ നമ്മുടെ ഇന്ത്യ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇത് ശരിക്കും നല്ല റൈറ്റ് സ്റ്റെപ്പ് തന്നെ എടുത്തു. വളരെ പ്രൊആക്റ്റീവ് ആയിരുന്നു, മെഷേഴ്സ് എടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് റിയലി റെഡി ഫോർ ദാറ്റ്. അതിനുവേണ്ടി ഇന്ത്യ പക്ക റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 90% ഓഫ് അഡൽട്ട് പോപ്പുലേഷനും ഈ ജൂലൈ മാസത്തിലേക്ക് 90% അഡൽട്ട് പോപ്പുലേഷനും ഫുള്ളി വാക്സിനേറ്റഡ് ആവും. പിന്നെ 1/4 ഓഫ് അഡൾട്ട്സ് ബൂസ്റ്റഡ് ഡോസ് കൊടുത്തിട്ടുണ്ടാവും. 1/4 ഓഫ് ആൾക്കാരും, അല്ലെ, 1/4 ആൾക്കാരും ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിട്ടുണ്ടാവും. പിന്നെ ലാർജ് പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻസ് ആർ നാച്ചുറലി ഇൻഫെക്റ്റഡ്. അതുകൊണ്ട് തന്നെ പലരിലും നമുക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. നാച്ചുറലി ഇൻഫെക്റ്റഡ് ആകുമ്പോൾ വീണ്ടും അതിൽ കുത്തിവെക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ നാച്ചുറലി ഇൻഫെക്റ്റഡ് ആയ ആൾക്കാരും കൂടെ ഉണ്ട്. അപ്പൊ അതൊരു ഗുണമാണ്. ആൻഡ് ദ ചാൻസസ് ഓഫ് ഇന്ത്യ വിറ്റ്നസിംഗ് ലാർജ് സ്കെയിൽ ഡെത്ത്സ് ആർ ആസ് സീൻ ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേവ് ലാസ്റ്റ് ഇയർ ഫ്രം എക്സിസ്റ്റിംഗ് വേരിയൻസ് സ്ലിം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ വേവില്, സെക്കൻഡ് വേവില് ഒരുപാട് മരണം സംഭവിച്ചത്, ഏറ്റവും കൂടുതൽ ലാർജ് ഡെത്ത് സംഭവിച്ചത് ഇവരുടെ സെക്കൻഡ് വേവിലായിരുന്നു. അത് ഇത്തവണ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് നമ്മൾ റിസർച്ചിലൂടെ നമുക്ക് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇൻഫാക്ട് എന്നാലും യഥാർത്ഥത്തിൽ given that a large percentage of the population enjoys hybrid immunity from vaccination and natural infection leading to all Omicron sublineages causing only a mild disease, the focus in India should not be on daily new infections but only on any increase in hospitalization, particularly ICU admissions. അപ്പോൾ ശരിക്കും നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പൊ എല്ലാവരിലോടും മോസ്റ്റ്ലി എല്ലാവരും തന്നെ വാക്സിനേറ്റഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നാച്ചുറലി ഇൻഫെക്റ്റഡ് ആയ ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പോപ്പുലേഷനിലും ലാർജ് പോപ്പുലേഷനിലും എന്തുണ്ട്? ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഉള്ളവരാണ് ആൾക്കാരെല്ലാവർക്കും. ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി ഉള്ളവരാണ് നമ്മുടെ നാട്ടുകാരും, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ കൂടുതലും. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ നാച്ചുറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നതിന് ഒമിക്രോൺ വാക്സിനേഷൻ നാച്ചുറൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഒമിക്രോൺ വേരിയന്റ് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഒരു മൈൽഡ് ഡിസീസ് ആയിട്ട് വല്ലവർക്കും വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് ഒരിക്കലും എന്തിനാവരുത്? ഡെയിലി ഇൻഫെക്ഷൻസ് എത്ര ഉണ്ടെന്നുള്ളതായിരിക്കും അതാവരുത് നമ്മുടെ ഫോക്കസ്. പക്ഷെ നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ ഫോക്കസ് കൊടുക്കേണ്ടത് ഹോസ്പിറ്റലൈസേഷനിൽ ശ്രദ്ധിക്കാം. ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ആൾക്കാരിൽ ശ്രദ്ധ ചെലുത്തണം. കാരണം അത് കുറച്ച് കെയർ വേണ്ടെടുത്താണ്. എസ്പെഷ്യലി ICU അഡ്മിഷൻസ് വരുവാണെങ്കിൽ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഡ്മിഷൻസ് വരുവാണെങ്കിൽ ശ്രദ്ധിച്ചോണം. അവിടെയാണ് നമ്മുടെ ഫോക്കസ് കൂടുതൽ വരേണ്ടത്. കാരണം അല്ലാത്തവർക്ക് മൈൽഡ് ആയിട്ട് ഡിസീസ് വരുന്നു, അത് പോകുന്നു, അതിൽ വലിയ പ്രോബ്ലം ഇല്ല. അപ്പൊ ഡെയിലി ഇൻഫെക്ഷൻ ഇൻക്രീസിന് വലിയ പ്രോബ്ലം വരുന്നില്ല, അതിൽ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ICU അഡ്മിഷൻസ് ഒക്കെ വന്ന് അതിന്റെ ലെവൽ കൂടിയതാണ്, അതിൽ കുറച്ചുകൂടെ ഇന്ത്യ ഫോക്കസ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്, ഓതർ പറയുന്നത്. So let's move to the next. ഇനി ഇതിന്റെ consequence, what are the things that we can do എന്നുള്ള രീതിയിൽ നോക്കാം. It is therefore not surprising that the health ministry has urged states to only ramp up genome sequencing and not increase testing to track new variants as the virus evolves by accumulating mutations. The pace of genome പറഞ്ഞു വരുന്നത്. അപ്പൊ സ്റ്റേറ്റ് എന്താ ചെയ്തേക്കണേ? ഹെൽത്ത് മിനിസ്റ്റർ എന്താ ചെയ്തേക്കുന്നത്? ഹെൽത്ത് മിനിസ്റ്റർ സ്റ്റേറ്റുകളോട് പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് മിനിസ്റ്റർ കൃത്യമായിട്ട് നമ്മുടെ ഉള്ള സംസ്ഥാനങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജീനോം സീക്വൻസിങ് കൂട്ടിയാൽ മതി. ജീനോം സീക്വൻസിങ് ആണ് കൂട്ടേണ്ടത്. അതിന്റെ വേരിയന്റിന്റെ സീക്വൻസിങ്ങിന് കണ്ടുപിടിച്ചാൽ മതി, അല്ലാതെ ടെസ്റ്റിങ്ങിന്റെ ഇത് റേറ്റ് നിങ്ങൾ കൂട്ടണ്ട. ജീനോം സീക്വൻസ് എന്തുകൊണ്ട് നോക്കുക, B7 അല്ലെ ആണോ വന്നേക്കണേ നോക്കിയാൽ മതി, അല്ല B7 ആണോ വന്നേക്ക് നോക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ എത്ര ടെസ്റ്റ് കൂട്ടിയിട്ട് എല്ലാവർക്കും ഒമിക്രോൺ ഉണ്ടോ അല്ലെങ്കിൽ എല്ലാവരിലും ഇതുണ്ടോ, COVID-19 ഉണ്ടോ എന്ന് നോക്കണ്ട, അല്ലെ? അതല്ല നമ്മൾ നോക്കണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യം മ്യൂട്ടേഷൻ സംഭവിച്ചത് വരുന്നുണ്ടെങ്കിൽ ആ മ്യൂട്ടേഷൻ അക്യുമുലേറ്റ് ചെയ്യുന്ന വൈറസ് ഉണ്ടോ എന്ന്, ന്യൂ വേരിയൻസ് ഉണ്ടോ എന്ന് ട്രാക്ക് ചെയ്താൽ മതി. അവിടെയാണ് ആ ന്യൂ വേരിയൻസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൽ നമുക്ക് മ്യൂട്ടേഷൻസ് വന്നേക്കുന്ന പുതിയ വേരിയന്റിനെ ഉണ്ടോ, അതിന്റെ അംശം ഉണ്ടോ എന്ന് നോക്കുക. കാര്യം അതിനെപ്പറ്റി പഠനമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഡെയിലി കേസസിലെ നമ്പർ എന്താണോ, എത്ര പേര് ഇൻഫെക്റ്റഡ് ആയോ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ വരും, അതിൻ്റെ കൂടെ നടക്കും ഉറപ്പായിട്ടും. പക്ഷെ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ ജീനോം കാര്യത്തിലാണെന്ന്, ജീനോം സീക്വൻസിങ്ങിന്റെ കാര്യത്തിലാണെന്ന് പറയുന്നത്. The pace of genome sequencing in India has to be scaled up soon after a dramatic slowdown this year.
ശരിക്കും പറഞ്ഞാൽ അത് സ്കെയിൽ അപ്പ് ചെയ്യണം. ജിനോം സീക്വൻസിങ് സ്കെയിൽ അപ്പ് ചെയ്യണം. കാരണം കുറച്ച് ഡ്രമാറ്റിക് സ്ലോ ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു ഈയിടെയായിട്ട്. അപ്പോൾ ഈ വർഷത്തിൽ അത് ഇനി കൂട്ടിക്കൊണ്ട് വരണം, അതിന് കൂടുതലായിട്ട് വരണം, ഇല്ലെങ്കിൽ പണി പാടും. The government, in an effort to minimize the chances of the spread of new variants, has introduced 2% of random post-arrival sampling of international passengers and mandatory RT-PCR tests for arrivals from China and 4 other countries. The ministry has also advised states to ensure uninterrupted supply of medical oxygen and conduct a drill in health facilities to ensure operational readiness. With 7 COVID-19 vaccines, including the intranasal vaccine manufactured using different vaccine platforms approved for use, India's vaccine self-sufficient. Besides homologous boosters, അപ്പോൾ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് എടുത്ത എഫേർട്ട് എന്താ വെച്ചാൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, ചാൻസസ് ഓഫ് സ്പ്രെഡിങ് ന്യൂ വേരിയന്റ് സ്പ്രെഡ് ചെയ്യുന്നതിന് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് 2% പോസ്റ്റ് അറൈവൽ ആയിട്ടുള്ള സാമ്പിളിംഗ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അറൈവലിന് ശേഷം ഇന്റർനാഷണൽ എയർപോർട്ടിലൊക്കെ ഇന്റർനാഷണൽ പാസഞ്ചേഴ്സ് വന്നു കഴിയുമ്പോഴേക്കും ആൾക്കാരിലൊക്കെ സാമ്പിളിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതുപോലെ മാൻഡേറ്റഡ് ആയിട്ട് RT-PCR ടെസ്റ്റുകളും വന്നിട്ടുണ്ട്. ചൈനയിൽ നിന്നും മറ്റു കൺട്രീസിലെ കുറച്ച് 4 കൺട്രീസിൽ നിന്ന് വരുന്ന വിധത്തിൽ RT-PCR കറക്റ്റായിട്ട് നിർബന്ധമായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ കറക്റ്റായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഹെൽത്ത് മിനിസ്റ്റർ ഒരു കാര്യം എൻഷുർ ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ഓക്സിജൻ കൊടുക്കണമെന്ന്. ഓക്സിജന്റെ കാര്യത്തിൽ ഒരു കുറവ് വരുത്തണം. മെഡിക്കൽ ഓക്സിജൻ എല്ലായിടത്തും അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുക. കാരണം മുൻകരുതൽ എടുക്കണം, എപ്പോഴാണ് പണി വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമല്ല ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വി ഹാവ് ടു ബി വെരി മച്ച് റെഡി, ഓപ്പറേഷണൽ റെഡിനെസ് വേണം. എപ്പോഴാണ് നമുക്ക് ഹെൽത്ത് ഫെസിലിറ്റി ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല, ഹെൽത്ത് ഫെസിലിറ്റീസിന് ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓപ്പറേഷണൽ റെഡിനെസ് കാണിച്ച് നമ്മൾ അത് അവിടെ റെഡി ആയിട്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ COVID-19 വാക്സിൻസ് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒരു കുറവും വരുത്താതെ തന്നെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇന്റർനേഷണൽ വാക്സിൻ ഉണ്ട് പല പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നത്. അപ്പോൾ വാക്സിൻ കാര്യത്തിൽ ഇന്ത്യ സെൽഫ് സഫീഷ്യന്റ് ആണ്, അതിൽ പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ സ്ഥലത്തിൽ നടക്കേണ്ട. കാരണം നമുക്ക് ഹോമോലോഗസ് ബൂസ്റ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ കപ്പിൾ ഓഫ് വാക്സിൻസ് ദാറ്റ് ഹാവ് ഗോട്ട് അപ്രൂവൽ ആസ് എ ഹെറ്ററോലോഗസ് ബൂസ്റ്റേഴ്സ് ടു. അപ്പോൾ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇത് വരുന്ന ഹോമോലോഗസ് വാക്സിൻസും ഉണ്ട്, ബൂസ്റ്റേഴ്സും ഉണ്ട്, ഹെറ്ററോലോഗസ് ആയിട്ടുള്ള വാക്സിൻസും ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഓൺ ദ ആന്റിവൈറൽ ഫ്രണ്ട്, a Hyderabad-based company recently received WHO's pre-qualification for a generic version of Pfizer's COVID-19 oral antiviral drug, Paxlovid. അപ്പം ഇപ്പോൾ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ട് ഒരു കമ്പനി WHO പ്രീ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട്. ജനറ്റിക് വേർഷൻ ഫൈസേഴ്സിന്റെ, അമേരിക്കയിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഫൈസർ വാക്സിന്റെ ഒരു ഓറൽ ആന്റിവൈറൽ ഡ്രഗ് ആയിട്ടുള്ള പാക്സ്ലോവിഡ് എന്നൊരെണ്ണത്തിന് അപ്രൂവൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ നമുക്ക് ബൂസ്റ്റർ ഡോസുകൾക്കൊന്നും കുറവില്ല. ബൂസ്റ്റർ ഡോസുകൾ ഇഷ്ടപടിയുണ്ട്, അതൊക്കെ ഉണ്ട്. അതിപ്പോ ഹെറ്ററോലോഗസും ഹോമോലോഗസും ആയിട്ടുള്ളത്. അപ്പൊ അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ജിനോം സീക്വൻസിങ്ങിൽ മാത്രം ഇന്ത്യ കുറച്ച് ഫോക്കസ് ചെയ്താൽ മതി, അത് കുറച്ച് കൂടുതലാക്കണം എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ലൈക്ക് ആൻ അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിൾ. മുൻകരുതലെടുക്കാം അല്ലെ, നമ്മൾ പറയുന്നത് പേടിയല്ല വേണ്ടത്, ഭീതിയല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടതെന്ന് പറയുന്ന പോലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മുൻകരുതലെടുത്ത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. ദാറ്റ്സ് വാട്ട് ദി ഓഥർ ഇസ് ടെല്ലിംഗ് അസ്. അതാണ് ഇവിടുത്തെ ഓഥർ പറയുന്നത്. ക്ലിയർ ആണല്ലോ അത്? അപ്പോൾ ഇതാണ് ആർട്ടിക്കിളിന്റെ കാര്യം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റൻ, കഴിഞ്ഞ ദിവസം സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട് പോകാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ക്ലിയർ ആയെങ്കിൽ തംസ് അപ്പ് ഇട്ടോളൂ. നമുക്ക് ആർട്ടിക്കിളിലെ ക്വസ്റ്റനിലോട്ട് പോയി. ഇന്നലത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു: ദ ലെഫ്റ്റ് അലയൻസ് ഹാഡ് after all break up due to legitimate grievances with Mr. Ollie's authoritarian attitude and his maneuvers to hold on to power. ഇതായിരുന്നു ക്വസ്റ്റൻ. ലുക്ക് അറ്റ് ഇറ്റ്. എന്നിട്ട് എനിക്ക് ആൻസർ വേഗം പറ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. സോറി ഓൾറെഡി ഇല്ല, നിങ്ങൾ കുറച്ച് പേരൊക്കെ, എനിക്ക് കുറെ പേരില്ല, ഒരാളാണ് ഞാൻ രാവിലെ നോക്കിയപ്പോൾ എനിക്ക് ആൻസർ കണ്ടത്. ബാക്കിയുള്ള ഒരു ആൻസർ തരാത്ത ഒരു ആൻസർ തരൂ. ആൻസർ പോരട്ടെ, വേഗം ആൻസർ പോരട്ടെ പിള്ളേരെ. കുറച്ച് പേര് ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര്, വളരെ കുറച്ച് പേര്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 4 പേര് 5 പേരൊക്കെ ആൻസർ തരുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുവേ, ഞാൻ എന്തിനാണോ സ്പോട്ട് ദ ക്വസ്റ്റൻ തരുന്നത്, ഇനി സ്പോട്ട് ദ ക്വസ്റ്റൻ വേണ്ടെന്ന് വെച്ചാലോ എന്ന് ആലോചിക്കും. അല്ലെ, സമയം കളയുന്നത് എന്തിനാ വെറുതെ? സ്പോട്ട് ദ ക്വസ്റ്റൻ കൊടുത്തിട്ട് നിങ്ങൾ പറയുന്നില്ല, ഇപ്പൊ ഞാൻ എന്തിനാ വെറുതെ സമയം കളയുന്നേ? ബ്രോക്കപ്പ് ആണോ നന്ദീഷ? ആലോചിച്ച് നോക്കിയേ. അവിടെ നമുക്ക് ബ്രോക്കപ്പ് ഒക്കെ കുറച്ച് പേര് ബ്രോക്കപ്പ് എനിക്ക് ആൻസർ തന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ മുമ്പില് ഏത് ആൻസർ എഴുതുന്ന മുമ്പിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? ദ ലെഫ്റ്റ് അലയൻസ് ഹാഡ് ആഫ്റ്റർ ഓൾ, ഹാഡ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഓൾ കൊടുത്തത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഇവിടെ ഉണ്ട്. ബ്രേക്കപ്പ് തെറ്റാ, ഓക്സിലറി വെർബ് ഇവിടെ ഉള്ളത് കൊണ്ട് അതിന് ശേഷം എന്ത് പറഞ്ഞ, ഹാഡ് എന്ന ഓക്സിലറി വെർബിന് ശേഷം ബ്രേക്കപ്പ് വരുമോ? ഹാഡ് ഓൾ ബ്രോക്കൺ അപ്പ് വേണ്ടേ? ഹാഡിന്റെ കൂടെ ബ്രേക്കപ്പും വരില്ല, ബ്രോക്കപ്പും വരില്ല. ബ്രോക്കൺ അപ്പ് വരണ്ടേ? കാരണം V3 ഫോർമുലേഷൻ വേണ്ടേ? ഹാഡിന്റെ കൂടെ, ഹാവിന്റെ കൂടെ, ഹാസിന്റെ കൂടെ ഓക്സിലറി വെർബായിട്ട് ഹാവോ ഹാസോ ഹാഡോ വന്നാൽ ബ്രോക്കൺ V3 ഉപയോഗിക്കണം. ലെഫ്റ്റ് അലയൻസ് ഹാഡ് ബ്രോക്കൺ അപ്പ് due to, after all broken up due to legitimate grievances with Mr. Ollie's authoritarian attitude and his maneuvers to hold on to power. That's the answer. Okay, note ചെയ്തോളൂ കേട്ടോ. അടുത്ത നോക്കിക്കേ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഫിഗറിംഗ് ഔട്ട് ദ കോംപ്ലക്സ് കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് പവർ ആൻഡ് സോഷ്യൽ ഗോൾസ് ഇസ് മോർ ചാലഞ്ചിങ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫിഗറിംഗ് ഔട്ട്. ഓക്കെ, തെറ്റെന്തെങ്കിലും ഉണ്ട്, തെറ്റണമെന്ന് പറയാം, ഓർ തെറ്റില്ലെങ്കിൽ ഓക്കെ നോ എറർ പറയാം, വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് നോക്കാം. ഫിഗറിംഗ് ഔട്ട് ദ കോംപ്ലക്സ് കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് പവർ ആൻഡ് സോഷ്യൽ ഗോൾസ് ഇസ് മോർ ചാലഞ്ചിങ്. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ലുക്ക് അറ്റ് ദ സെന്റൻസ് എന്നിട്ട് എനിക്ക് ആൻസർ തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമുക്ക് 2 ടെലിഗ്രാം ചാനലുണ്ട്, KPSC ഷുവർ ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ Editorial University Kerala Central Exams. 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, കണക്റ്റഡ് ആയിരിക്കുക. ഡെയിലി ക്വിസസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സും വേർഡ് ഫോർ ദ ഡേ ഒക്കെ കിട്ടും. കണക്റ്റഡ് ആയിരിക്കുക, നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ് ഔട്ട് ആവണ്ട, ടെലിഗ്രാം ചാനലിലൂടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കോമന്റ് സെക്ഷനിൽ ആൻസർ തരിക, ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം, സജഷൻസ് പങ്കുവെക്കാം. അപ്പൊ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഞങ്ങൾ ISROന്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് അവരുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ നോക്കി വേണം പഠനം ആരംഭിക്കണം. അഡ്മിഷൻസ് ഒക്കെ എടുക്കേണ്ടവർ അഡ്മിഷൻസ് എടുക്കുക, അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. അപ്പോ രാത്രി 7:30 കാണാം. താങ്ക് യു സോ മച്ച് പീപ്പിൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.